നമസ്കാരം. ജ്യോതിസത്തിനാണ്, അസ്ട്രോളജറാണ്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം 2026 വരുവാണല്ലോ. അപ്പോൾ 2026 പുതുവർഷം നമുക്ക് 12 രാശിക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്നത്, എന്തൊക്കെ ദോഷങ്ങളാണ് തരുന്നത്, അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണോ, എന്താണ് നമുക്കായിട്ട് കരുതിയിരിക്കുന്നത്, ഈ 2026 നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്താണ്, ഗ്രഹങ്ങൾ, അവരുടെ സഞ്ചാരം, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയാണല്ലോ നമുക്ക്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം മേടൻ രാശിയാണ്. അപ്പം മേടൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അപ്പം അശ്വതിയെക്കുറിച്ച് നമുക്ക്, അശ്വതിക്കാർക്ക് എന്താണ് ഈ മാറ്റം, 2026 പുതുവർഷം എന്താണ് അവർക്ക് കരുതിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അശ്വതിയിൽ ഇപ്പം നമുക്കറിയാം, അശ്വതിയുടെ 12 ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ 12 ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 12ലൂടെയും ജന്മത്തിലൂടെയും 2ലൂടെയും സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ 7.5 ശനി എന്ന് പറയുന്നത്. അപ്പോൾ 7.5 ശനി തുടങ്ങി ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. എന്നാൽ പോലും അവർക്ക് ഒക്ടോബർ മാസം 18-ാം തീയതി നമുക്കറിയാം, അതുവരെ മിഥുനൻ രാശിയിലായിരുന്ന വ്യാഴം കർക്കടകത്തിലേക്ക് ഉച്ചസ്ഥനായിട്ട് പോന്നു. അപ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചെടുത്ത് നാലാം ഭാവത്തിലേക്ക് പോന്നു. അപ്പോൾ കുറേ ഗുണങ്ങൾ നമ്മൾ അതുകൊണ്ട് അനുഭവിച്ചു. അതിനുശേഷം നവംബർ 4-ാം തീയതി ആയപ്പോഴേക്ക് വക്രത്തിലേക്ക് സഞ്ചാരം തുടങ്ങി, വീണ്ടും മിഥുനത്തിലേക്ക് വന്ന് കയറുന്നു. അപ്പോൾ അത് 3-ാമത്തെ രാശിയിലേക്കാണ് പോകുന്നത്. പിന്നീട് 2026 തുടക്കം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെയുള്ള ആ ഭാവങ്ങളിലൊക്കെ 3-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മേടൻ രാശിക്കാർക്ക്. അപ്പോൾ അതായത് മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ജൂൺ 2-ാം തീയതി ജൂൺ ആദ്യവാരം ആകുമ്പോഴത്തേക്ക് ഈ വ്യാഴം ഉച്ചസ്ഥനായിട്ട് വീണ്ടും കർക്കടകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മേടൻ രാശിക്കാർക്ക് 4-ലേക്ക് പോകുന്നു. അപ്പം അതാണ് 12-ൽ ശനി, അതുപോലെ തന്നെ 4-ൽ വ്യാഴം നിൽക്കുന്നു, രാഹു 11-ൽ നിൽക്കുന്നു, കേതു 5-ൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഗ്രഹങ്ങളെയൊക്കെ കൊണ്ടാണ്, അതായത് നമ്മൾ മെയിനായിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് നമുക്കുണ്ടാവുന്ന താൽക്കാലികമായിട്ട് നമുക്കുണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ ആ ഗ്രഹങ്ങളുടെ സഞ്ചാരം എന്ന് പറയുമ്പോൾ മേജറായിട്ടുള്ള ഗ്രഹങ്ങളാണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ശനി 2.5 വർഷം ഒരു രാശിയിലുണ്ട്, വ്യാഴം 1 വർഷം ഉണ്ട്. പക്ഷെ അത് ഈ വർഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, അതിചാരിയായിട്ട് പോകുന്നുണ്ട്, വക്രത്തിൽ പോകുന്നുണ്ട്. എന്നാൽ പോലും 1 വർഷം എന്നുള്ളൊരു കണക്ക്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രഹങ്ങളെ, രാഹുവിൻ്റെ മാറ്റം 1.5 വർഷം, കേതുവിൻ്റെ മാറ്റം, രാഹു കേതുക്കളുടെ മാറ്റം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നമ്മളുടെ ഗ്രഹനിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചാരഫലം കൊണ്ട് നമുക്ക് കുറച്ച് നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെ ഈ ഗ്രഹങ്ങളെയാണ് നമ്മളപ്പോൾ അവിടെ കൂടുതലായിട്ട് നോക്കേണ്ടത്. ശനി, അതുപോലെ രാഹു, കേതു, വ്യാഴം ഒക്കെ. അപ്പോൾ വ്യാഴം 4-ൽ നിൽക്കുന്നു. ജൂൺ 2 തുടങ്ങി വ്യാഴം മേടൻ രാശിക്കാർക്ക് 4-ൽ നിൽക്കുന്നു. അത് ഉച്ചസ്ഥനായിട്ട് കർക്കിടക രാശിയിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മേടൻ രാശിക്കാർക്ക്, അത് ഉള്ള മേടൻ രാശിയിലുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 ശനി ഉണ്ട് എങ്കിൽ പോലും വ്യാഴം ഉച്ചസ്ഥനായിട്ട് 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വലിയൊരു നേട്ടമാണ് അവർക്ക്, വലിയൊരു ആശ്വാസമാണ്. പകുതി മുക്കാൽ കാര്യങ്ങൾ അവർക്ക് ഓക്കെ ആയി എന്ന് വേണേൽ പറയാം. അപ്പം ശനി ഉണ്ട് അവിടെ, നമ്മൾ കുറച്ച് സങ്കടത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഭയപ്പെട്ട് നിൽക്കുവാണ്, 7.5 ശനിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ ഭയമൊന്നും വേണ്ട. തീർച്ചയായിട്ടും ദൈവാധീനം പരിപൂർണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാലമാണ് എന്ന് പറയാം. അപ്പം ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ 3-ാം ഭാവത്തിൽ, അപ്പം 3 എന്ന് പറഞ്ഞാൽ ധൈര്യം, നമ്മുടെ സ്വന്തം എഫേർട്ട്, അതുപോലെ സഹോദരന്മാര്, ഇത് നമ്മുടെ ധൈര്യം, വീര്യം, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്വന്തം പ്രയത്നങ്ങളെയൊക്കെ നമുക്ക് 3 കൊണ്ട് പറയാം. അപ്പോൾ ആ ഭാവത്തിലാണ് വ്യാഴം ആദ്യത്തെ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ. അതിനുശേഷം 4-ലേക്ക് പോകുന്നു. അപ്പം 3-ലായിരിക്കുമ്പോൾ നമുക്ക് സഹോദര ബന്ധങ്ങളൊക്കെ ആദ്യ ഭാവങ്ങളിൽ, ഇപ്പം 2026 തുടങ്ങുമ്പോൾ ആ ഭാവങ്ങളിലൊക്കെ നമുക്കൊരു സന്തോഷമോ പുഷ്ടിയോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ പരിശ്രമങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടങ്ങൾ വരാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടമായിട്ട് പറയാം. അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ 10-ൽ നിൽക്കുന്ന രാഹു വളരെയധികം ഗുണങ്ങൾ നൽകും. രാഹു 10-ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ധനം, അതായത് ഊഹക്കച്ചവടങ്ങളിലൂടെയുള്ള പണം, അതുപോലെ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലാഭങ്ങൾ, അങ്ങനെയൊക്കെ രാഹു കൊണ്ടുവന്ന് തരും. അപ്പോൾ പൊതുവെ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഒരു 4-ലേക്ക്, ജൂൺ 2-ല് 4-ാം ഭാവത്തിലേക്ക് വരുന്നു, ഉച്ചസ്ഥനായിട്ട് വരുന്ന സമയത്ത്
മാതൃഭാവമാണ്, അത് കുടുംബഭാവമാണ്, അതുപോലെ തന്നെ നമ്മുടെ വാഹനം, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മാതൃസുഖം കിട്ടും. മാതാവിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാവും. മാതാപിതാക്കന്മാർക്ക് അസുഖങ്ങളോ അരിഷ്ടതകളോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ അതിൽ നിന്ന് മോചനം ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് മനസ്സന്തോഷം തരും. വാഹനങ്ങൾ മാറ്റി വാങ്ങാം. എന്തെങ്കിലുമൊക്കെ റിപ്പയർ ആയിട്ട് എൻ്റെ ഈശ്വര ഈ വാഹനം കൊണ്ട് ഞാൻ തോറ്റിരിക്കുകയാണെന്ന് പറഞ്ഞ് മാറാനും പറ്റുന്നില്ല, പുതിയത് വാങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ കുറെ കാലമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വാഹനം, വലുതോ ചെറുതോ അതില്ല, ഏതെങ്കിലും തരത്തിലൊരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമൊക്കെ സാധിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 4ാം ഭാവത്തിലെ കർക്കിടകത്തിലെ ഉച്ചസ്ഥനായ വ്യാഴം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു ജൂണോടുകൂടി ഇതൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ സഹോദരന്മാരുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സുദൃഢമാകാനുള്ള സാധ്യത വരുന്നു. 4ലേക്ക് വരുമ്പോൾ മാതൃഭാവമാണ്. അപ്പൊ അവിടെ ഇപ്പൊ പുതിയതായിട്ട് ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ നമുക്കൊരു വീട് സ്ഥലമൊക്കെ നോക്കിയിട്ട് അതൊന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു വാടക വീടായാൽ പോലും നമ്മൾ നന്നായിട്ട് മനസ്സിനിണങ്ങുന്നത് നോക്കി കുറെ കാലം നടന്നിട്ട് നമുക്ക് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതിനുള്ളൊരു സൗകര്യം. ഇനി പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ളൊരു സൗകര്യം, പുതിയ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന അത് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ, മാതാപിതാക്കൾ, കുടുംബത്തിലുള്ള ആൾക്കാരുടെ മുതിർന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അതുവഴി നമുക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി അതൊരാശ്വാസത്തിന് വക നൽകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ 12-ലാണ് ശനി നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും 12 എന്ന് പറഞ്ഞാൽ വിദേശ ബന്ധം നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പൊ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ട് അവർക്ക് വിദേശത്തേക്ക് പോകാനും, വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്ന് സ്വന്തം ഗ്രഹത്തിൽ വന്ന് മാതാപിതാക്കളെയൊക്കെ കണ്ട് കുടുംബാംഗങ്ങളെ കണ്ട് സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ അവസരങ്ങൾ തരുന്ന ഒരു വർഷമാണ് 2026. അപ്പൊ നേട്ടങ്ങളുണ്ട്, തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ട്. പിന്നെ 5-ൽ നിൽക്കുന്ന കേതുവും അതുപോലെ തന്നെ 12 നിൽക്കുന്ന ശനിയും കുറച്ച് മനക്ലേശങ്ങളൊക്കെ തരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കരുതിയിരിക്കണം. അപ്പൊ ധനപരമായിട്ട് ഉന്നതിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഉദ്യോഗത്തില് നല്ലൊരു സ്ഥാനമാറ്റം, അതുപോലെ തന്നെ സ്ഥലമാറ്റം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു അനുഗ്രഹം കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് മേലധികാരികളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രശംസ കിട്ടുക. കലാകായിക രംഗത്തുള്ളവരാണെങ്കിൽ അതിലൊരു മേന്മ, അതിനൊരു അംഗീകാരം, ഒരു അംഗീകാരം കിട്ടുക, അവാർഡ് കിട്ടുക, അങ്ങനെയൊക്കെയുള്ളത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ല സമയമാണ്. കുട്ടികളായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാതാപിതാക്കൾക്കുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈർഷ്യയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കുടുംബ അന്തരീക്ഷം പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇവിടെ 12-ൽ നിൽക്കുന്ന ശനിയെ നമ്മൾ ശനിയാണ്, 7ര ശനിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗുണാധിക്യം കൂടും, വ്യാഴം നമ്മളെ സംരക്ഷിക്കും. എന്നാൽ പോലും നമ്മൾ യാത്രകളിൽ, രാത്രി സഞ്ചാരങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം 7ര ശനിയാണ് എന്നുള്ളത് കൊണ്ട് അപകടങ്ങൾ, ശത്രുത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഹിഡനായിട്ടൊക്കെ നമ്മളെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകാം. നേരിട്ട് നമുക്ക് ശത്രുതയൊന്നും ഇല്ലെന്ന് തോന്നും, പക്ഷെ ഈ അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ശത്രുതയിലേക്കാണല്ലോ അത് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ യാത്രകൾ ചെയ്യുമ്പോൾ അവിടെ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ സുരക്ഷരാകാൻ വേണ്ടി സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ യാത്രകൾ. അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കളെയൊക്കെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് 7ര ശനിയെ കൊണ്ടിട്ടുള്ള അതാണ് 7ര ശനിയും ആണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു സുരക്ഷിതത്വം നമ്മൾ ആ ഒരു ഭാഗം കൊണ്ട് ചിന്തിക്കുകയും വേണം. അപ്പൊ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ അശ്വതിക്കാർക്ക് വളരെ ആശ്വാസജനകമായ ഒരു പുതുവർഷമാണ്. അങ്ങനെ തന്നെ ആവണം എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് മുന്നോട്ട്, പ്രതീക്ഷയോടെ, ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാം. ഭരണി നക്ഷത്രക്കാർക്ക് നമുക്ക് നോക്കാം എന്താണ് നേട്ടമെന്ന്. അപ്പൊ ഭരണി നക്ഷത്രക്കാരെ അശ്വതി, ഭരണി, കാർത്തിക കാലം എന്ന് പറയുമ്പോൾ ഇടം രാശിയാണ്. അപ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ വരും. പിന്നെ അത് ഓരോ നക്ഷത്രം നിൽക്കുന്ന സ്ഥലം അതൊക്കെ വെച്ചിട്ട് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. എന്നാലും അശ്വതി, ഭരണിക്കാർക്കും അനുകൂലമാണ്. ധനാഗമ മാർഗങ്ങളെ തെളിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ നമുക്ക് പുതിയ പങ്കാളികളെ കിട്ടാനോ, അല്ലെങ്കിൽ അതായത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പലരിൽ നിന്ന് നമുക്ക് സഹായഹസ്തം കിട്ടാൻ, അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള സപ്പോർട്ട് വരിക.
അപ്പൊ അത് വലിയൊരു അനുഗ്രഹമാണത്. അതുപോലെ തന്നെ പുതിയ ജോലി മാർഗങ്ങൾ, അപ്പൊ ബിസിനസ്സിലാണെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയത് ഉള്ളതിനെ കൂടുതൽ എന്താണ് പുരോഗതിയിലേക്ക് എത്തിക്കാനും ഒക്കെ പറ്റുന്നൊരു സമയം തന്നെയാണ്. അതുപോലെ മാതൃഗുണം, കുടുംബസുഖം ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ പോലും 7.5 ശനി ഉള്ളത് കൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യാത്രകളൊക്കെ നടക്കും. അതുപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിദേശത്തേക്ക് പോകാൻ അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേർപ്പസൊക്കെ സ്റ്റക്കായിട്ട് കിടക്കുന്നതൊക്കെ റെഡി ആവാനുള്ള ഒരു സമയമാണ്. അപ്പോൾ വിദേശ യാത്രകൾക്ക് അനുകൂലമായ, അതുപോലെ ചെറിയ ചെറിയ യാത്രകളും നേട്ടങ്ങൾ കൊണ്ടുവന്നു തരുന്നതാണ്. നമ്മൾ കലാകായിക രംഗത്തുള്ളവർക്കാണെങ്കിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകാനും, അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പഠനത്തിലും അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിലൊക്കെ അവർക്ക് ശ്രേയസ്, അതുപോലെ തന്നെ അംഗീകാരങ്ങൾ ഒക്കെ വരാനുള്ള സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ കാലം അനുകൂലമാണ്. ധനാഗമ സ്രോതസ്സുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് നമുക്ക് വരും, മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരാനുള്ള സാധ്യത. കാരണം രാഹു 11-ലാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ആരോഗ്യം, അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഒന്നും ഉണ്ടാവാതെ, അതായത് രാഹു 5-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള ചില വിഷമങ്ങൾ ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് 7.5 ശനിയാണ്, അതുപോലെ കേതു 5-ലാണ് എന്നുള്ളതൊക്കെ നമ്മളൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. കാരണം ബാക്കി നമുക്ക് ഗുണാധിക്യമാണ്. അപ്പൊ ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യം കൂടുതലുള്ള ഒരു കാലമാണ്. ഭരണിക്കാർക്കും സന്തോഷിക്കാം. ഈ 2026 നമുക്ക് സന്തോഷത്തോടെ പ്രത്യാശയോടെ നോക്കി കാണാം. കാർത്തിക നക്ഷത്രക്കാര്, അപ്പൊ കാർത്തിക നക്ഷത്രത്തെ പറയുമ്പോഴേ കാർത്തിക 2 കൂറിലായിട്ട് വരുന്നുണ്ട്. അതായത് മേടക്കൂറിലും ഉണ്ട്, ഇടവക്കൂറിലും ഉണ്ട്. അതിൽ മേടക്കൂറിലുള്ളവരാണ് കാർത്തിക കാലുകാര്. കാൽഭാഗേ ഉള്ളൂ. ബാക്കി മുക്കാൽ ഭാഗം കിടക്കുന്നത് ഇടവൻ രാശിക്കാർക്കാണ്. അപ്പോൾ ഭാഗം കാർത്തിക കാല് എന്ന് പറയുമ്പോൾ അവിടെ 3-ാം ഭാവത്തിൽ തന്നെയാണ് ആദ്യ കാലഘട്ടത്തിൽ. അതായത് ഇപ്പോഴൊക്കെ ഒക്ടോബർ 18-ാം തീയതി മിഥുനൻ രാശിയിൽ നിന്ന് കർക്കടകത്തിലേക്ക് പോയ വ്യാഴം നവംബർ ആയപ്പോഴേക്കും, ആദ്യവാരം ആയപ്പോഴത്തേക്ക് വീണ്ടും വക്രഗതിയിലായി മിഥുനത്തിലേക്ക് വരുന്നു. വീണ്ടും അത് ജൂൺ ആദ്യവാരം വീണ്ടും അത് 4-ലേക്ക് തന്നെ പോരുന്നുണ്ട്. അത് കർക്കടകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2026 തുടക്കത്തിലൊക്കെ 3-ൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ സഹോദര ഗുണമുണ്ടാകാം, നമ്മുടെ പരിശ്രമങ്ങൾക്കൊരു വിജയം ഉണ്ടാകാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ലിസ്റ്റിലൊക്കെ പെടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ കുടുംബത്തിന് പരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹോദരന്മാരും ഒക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിലൊരു മാറ്റമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്കൊരു ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അതൊരാശ്വാസമാണല്ലോ നമുക്ക്. പിന്നെ ഈ ഭരണി നക്ഷത്രക്കാർക്കും അശ്വതി നക്ഷത്രക്കാർക്കും കാർത്തിക കാല് മേടൻ രാശിക്കാർക്കൊക്കെ 7.5 ശനി ഉണ്ട്. അപ്പൊ ആ 7.5 ശനി ഒരു വർഷമായിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മീനൻ രാശിയിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് ചിലപ്പോൾ ശത്രുക്കളുടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ശത്രുക്കൾ നമ്മളെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉപദ്രവിക്കാനൊക്കെ ഉള്ളൊരു ശ്രമങ്ങളുണ്ടാകാം. പക്ഷെ അവിടെ നമുക്ക് ദൈവാധീനം ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ആ ഭാഗം ഒന്ന് കരുതിയിരിക്കണം. അതുപോലെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ധനം നമ്മൾ ഒരുപാട് ഇപ്പോൾ 11-ൽ രാഹു നിൽക്കുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ധനം നമ്മൾ ഒരുപാട് കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യണം. കാരണം 7.5 ശനിയും കൂടി ഉണ്ട്. അപ്പോൾ ശനി ഇതെല്ലാം നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധനം ചിലവഴിക്കുന്നതിനകത്തും ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ശത്രുതാ മനോഭാവത്തോടു കൂടി നമ്മളെ കാണുന്നവരെ നമ്മൾ കുറച്ച് കുറച്ച് ശ്രദ്ധയോടെ കരുതിയിരിക്കേണ്ട ഒരു ആവശ്യവും കൂടി ഈ സമയത്തുണ്ടാകാം. യാത്രകൾ നല്ലതാണ്. യാത്രകൾ ഉണ്ടാകും. വിദേശ യാത്രകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ യാത്രകളാണെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനാണെങ്കിലും ഒക്കെ ഉള്ളൊരവസരങ്ങളൊക്കെ വന്നു ചേരും. അപ്പൊ ആ സമയത്ത് നമ്മൾ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ സുരക്ഷിതമായിട്ട് പോകാനുള്ള മുൻകരുതലുകൾ എടുക്കണം. അതാണ് ഒന്ന് പറയാനുള്ളത്. അതുപോലെ ഇടവൻ രാശിക്കാർക്കാണെങ്കിൽ 11-ലാണ് ശനി സഞ്ചരിക്കുന്നത്. വളരെ നല്ല കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു കാലം, കുറച്ച് നല്ല കാലം. 7.5 ശനിയും കൂടി ഇല്ലല്ലോ അവർക്ക്.
അപ്പോൾ ആദ്യ ഭാഗങ്ങളിൽ അവർക്ക് രണ്ടിലൂടെ ഇടവം മിഥുനം എന്ന് പറയുമ്പോൾ രണ്ടിലൂടെ ആണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ധനപരമായിട്ടുള്ള ഉണർവുണ്ടാകും, അപ്പോൾ നേട്ടങ്ങളുണ്ടാകാം, ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകാം. ഇപ്പം ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പിന്നെ ഉണർവ് അവരുടെ മടിയോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഒരു നല്ല ഉഷാറായിട്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉഷാറും ഉന്മേഷവും ഒക്കെ ഉണ്ടാകാനും, കലാകായിക രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ ഉന്മേഷ ഉണർവും അതിൽ നിന്ന് പിന്നെ അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമായിട്ട് മാറും ഈ കാലഘട്ടം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാര് മേടൻ രാശിക്കാര് അനുകൂലമായ അവസ്ഥയാണെങ്കിൽ പോലും അവർക്ക് ഏഴര ശനിയുടെ ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ കേതു 5-ലാണ് നിൽക്കുന്നത്. അപ്പോൾ രോഗങ്ങളെയും അതായത് ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം, അതാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശത്രുക്കളെ ഒന്ന് കരുതിയിരിക്കണം. രാത്രിയിലുള്ള യാത്രകളൊക്കെ ഒന്ന് കുറയ്ക്കുക. ഇതൊക്കെയാണ് അവരോട് പറയാനുള്ളത്. പൊതുവേ നല്ലതാണ്, കാരണം അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. അതുപോലെ കുടുംബപരമായ ഒരു സൗഖ്യം നമുക്കുണ്ടാകുന്നു. കാരണം എന്താ വെച്ചാൽ 3-ൽ നിൽക്കുന്നു, പിന്നീട് 4-ലേക്ക് വ്യാഴം വരുന്നുണ്ടല്ലോ. അപ്പം മാതാവ്, കുടുംബം, വീട്, വാഹനം, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷവും സമാധാനവും പ്രതീക്ഷിച്ച പോലെ ഒരു ഉണർവും ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം അത് വളരെ അനുകൂലമായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ 11-ലെ രാഹു നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ, അല്ലെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനം വരാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ആ കാലങ്ങളൊക്കെ നമുക്ക് ഏഴരശനിയാണ്. മേടൻ രാശിക്കാരാണെങ്കിൽ ഏഴരശനിയാണെന്നുള്ളത് കണക്കാക്കുക. ഇടവൻ രാശിയിലുള്ള കാർത്തികക്കാരാണെങ്കിൽ അവർക്ക് 11-ലാണ് ശനി നിൽക്കുന്നത്, വളരെ നല്ലതാണ്. അപ്പൊ 10-ലേക്ക് രാഹു ഉണ്ട്. അപ്പൊ ജോലി സ്ഥലത്ത് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ടിരുന്നാൽ അവിടെയും നമുക്ക് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ ശത്രുക്കളെ കരുതിയിരിക്കണം. അതുപോലെ തന്നെ വാക്കുതർക്കങ്ങളിലേക്ക് ഒന്നും പോകാതെ സൂക്ഷിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ ഫേവറബിളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാല് അല്ലെങ്കിൽ കാർത്തിക ഇവരുടെ ഫലമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. പൊതുവെ അനുകൂലമായിട്ട് തന്നെയാണ്, ആശ്വാസത്തിന് വകയുണ്ട്. 2026 വരുന്ന മാറ്റം ആർക്കാണ്? നമ്മൾ പറഞ്ഞു മേടൻ രാശിക്കാരെ കുറിച്ച് പറഞ്ഞു. ഇനി ഇടവൻ രാശിക്കാർ. അപ്പോൾ ഇടവൻ രാശിക്കാരുടെ കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞു. മേടം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. അശ്വതി, ഭരണി, കാർത്തിക മുക്കാലും പറഞ്ഞു വെച്ചു നമ്മൾ. അപ്പോൾ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരമര. അപ്പം ഇനിയാണ് ഇടവൻ രാശിക്കാർ. അപ്പം ഇവരുടെ ഗ്രഹനിലയിൽ എന്താണ്, അവർക്ക് ഗ്രഹങ്ങൾ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇടവൻ രാശിയിൽ എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിയിലേക്ക് ആണ് വന്ന് 2026 ഒക്കെ ആകുമ്പോഴത്തേക്ക് മിഥുനൻ രാശിയിലെ നിൽക്കുന്നുണ്ട് വ്യാഴം. അപ്പൊ 2-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ ആളാണ് വ്യാഴം. അപ്പൊ ധനകാരകൻ ധനസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ധനപരമായ ഉയർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇടവൻ രാശിക്കാരുടെ 11-ലാണ് ശനി നിൽക്കുന്നത്. അപ്പൊ ശനി 11-ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്ക് സ്ഥായിയായ ധനം നമ്മുടെ കയ്യിലേക്ക് വരാൻ സാധിക്കും എന്നാണ്. അത് വിട്ടുപോകുന്ന ധനമല്ല, അത് സ്ഥായിയായിട്ട് നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലാഭങ്ങൾ അത് കിട്ടുന്നൊരു കാലമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് 11-ലേക്ക് ശനി വരുമ്പോൾ കണ്ടകശനിയിൽ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം അനുഭവിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെതായ അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ കൂലി കിട്ടുക, ഒരു സൽഫലങ്ങൾ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം അതിന് ഒരു ഗിഫ്റ്റ് തരുന്ന ഒരവസ്ഥയിലേക്ക് ശനി നിൽക്കുകയാണ് ഇടവൻ രാശിക്കാർക്ക്. അത് വളരെ നല്ല അനുകൂലമായൊരു സമയമാണ്. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് ശനി അനുകൂലമാണ്, വ്യാഴം അനുകൂലമാണ്. 10-ലാണ് അവരുടെ രാഹു നിൽക്കുന്നത്. അപ്പൊ രാഹു പെട്ടെന്ന് 10-ലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അതും നിൽക്കുന്ന രാശി കുംഭമാണ്. രാഹുവിന് ബലമുള്ള രാശിയാണ്, ശനിയുടെ വീടാണ്. അപ്പൊ അവിടെ രാഹു ബലവാനാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇടവൻ രാശിക്കാർക്ക് ഈ മെയിനായിട്ട് നമ്മൾ പറയുന്ന ഈ 3 ഗ്രഹങ്ങളാണ് വലിയ മാറ്റങ്ങൾ ചാരവശാൽ വരുമ്പോൾ ഗ്രഹചാരവശാൽ പറയുമ്പോൾ അവർക്ക് ഈ 3 ഗ്രഹങ്ങൾക്ക് വളരെ അധികം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്ന ഗ്രഹങ്ങളാണ്. അപ്പൊ അവര് 3 പേരും നല്ല എന്താ പറയാ നല്ല ഭാവത്തിലാണ് ഇടവൻ രാശിക്കാർക്ക് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ അവർക്ക് അനുഭവിക്കും. രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും 11-ലെ ശനി അവർക്ക് ലാഭം കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ജൂൺ 3-ന് വ്യാഴം 3-ലേക്ക് വരുന്നുണ്ട്.
കർക്കിടകത്തിലേക്ക് പോകുന്നു. പക്ഷേ കർക്കിടകത്തിൽ അവിടെ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സഹോദരഭാവമാണ് 3. അതുപോലെ നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ പ്രയത്നങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഭാവങ്ങൾ ട്രിഗർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സഹോദരങ്ങളെ കൊണ്ട് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ പ്രയത്നങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാം. നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നുന്ന ഒരു സമയമായിരിക്കാം, ആയിട്ടൊക്കെ വരാം. അതുപോലെ 11-ലെ ശനി നമുക്ക് എന്താ പറയുക, ലാഭങ്ങൾ കൊണ്ടുവന്നിരുന്ന സമയമാണ്, നേട്ടങ്ങൾ കൊണ്ടുവന്നിരുന്ന സമയമാണ്. നമ്മുടെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ ഫലം, അതിൻ്റെയൊക്കെ ഒരു റിവാർഡ് തരുന്നൊരു പീരീഡാണ് ശനി. 11-ലെ ശനി, 11-ാം ഭാവത്തിലേക്ക് ശനി വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 10-ലെ രാഹു നമുക്ക് ഇപ്പോൾ സിനിമാ നടന്മാരോ നടികളോ ഒക്കെയുള്ള അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നെറ്റ്വർക്ക് അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറയുടെ മുന്നിലും പിന്നിലും ഒക്കെ നിന്ന് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഒരു അംഗീകാരത്തിൻ്റെയും അതുപോലെ ആത്മസംതൃപ്തിയുടെയും നെയിമിൻ്റെയും ഫെയിമിൻ്റെയും പവറിൻ്റെയും ഒക്കെ ഒരു കാലമായിട്ട് മാറും. നെയിമും ഫെയിമും പവറും ഒക്കെ ഈ രാഹു അവർക്ക് കൊടുക്കും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധനം, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അംഗീകാരങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് മേലധികാരികളിൽ നിന്ന് കിട്ടും. അപ്പോൾ കർമ്മമണ്ഡലത്തിൽ ഒരു പുരോഗതി ഉണ്ടാകാം. അതാണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പറയുന്നത്. കർമ്മം നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ മേലധികാരികളിൽ നിന്ന് നമ്മൾ ചെയ്ത വർക്കുകൾക്കൊക്കെ ഈ കണ്ടകശനി സമയമായിരുന്ന സമയത്ത് കുറേയൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അംഗീകാരങ്ങളും തിളക്കങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കാണെങ്കിലും എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം നേടാനും വിദ്യാപുരോഗതി ഉണ്ടാകാനും അതുവഴി നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ, അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ കലാകാരന്മാർക്ക് നല്ലതാണ്, വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്, ബിസിനസ്സുകാർക്ക് നല്ലതാണ്. അതുപോലെ അങ്ങനെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും ഒരു ഉണർവും ആശ്വാസവും സന്തോഷവും ധനാഗമവും ഒക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. രോഹിണിക്കാർക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ നാളുകളാണ് കടന്നു വരാൻ പോകുന്നത്. സന്തോഷമായിട്ടിരിക്കാം. ദൈവാധീനം ഉള്ള സമയം തന്നെയാണെന്ന് നമുക്ക് പറയാം. അടുത്തത് മകയിരമാണ്. മകയിരം എന്ന് പറയുമ്പോൾ മകയിരം അര വരുന്നുണ്ട്. അപ്പോൾ ഒരു പകുതി വരുന്നത് ഇടവൻ രാശിയിലാണ്, ബാക്കി വരുന്നത് മിഥുനൻ രാശിയിലാണ്. അപ്പോൾ അതിൽ മകരം അര മിഥുനൻ രാശി, അതായത് നമ്മുടെ ഇടവൻ രാശിയിൽ വരുന്ന രോഹിണിയുടെ കൂടെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, മകയിരംകാർ. അപ്പോൾ ആ മകയിരംകാർക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. അതുപോലെ തന്നെ സഹായഹസ്തങ്ങൾ പല ദിക്കുകളിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതായത് ഇവർ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നും വിചാരിക്കാത്ത ആൾക്കാരിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ്. അതുപോലെ നമ്മളെ ചന്തിക്കുന്ന, നമ്മളെ വിശ്വാസവഞ്ചന കാണിക്കുന്ന പല ബന്ധങ്ങളിൽ നമ്മൾ ഊരിപ്പോരാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അതൊരു രക്ഷപ്പെടലാണ്, അതുകൊണ്ടാകാം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതി ഉണ്ടാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഉണർവുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും. അതുപോലെ അംഗീകാരങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഒരു തിളക്കം ഉണ്ടാകും. അങ്ങനെയൊക്കെ വരാം. അപ്പം തീർച്ചയായിട്ടും ഇത് ഗുണാനുഭവങ്ങളാണ്. അതുപോലെ പിന്നെ നമ്മുടെ സഹോദരഭാവത്തിലുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ സഹോദരിമാരും ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇടക്കിടക്ക് ഇച്ചിരി പൊട്ടലും ചീറ്റലും ഒക്കെ വരുമല്ലോ. അപ്പം ആ വിടവുകളും ആ വിള്ളലുകളും ഒക്കെ തീർത്ത് കൂടുതൽ സന്തോഷത്തോടെ ആ ബന്ധം തുടർന്നു പോകാനുള്ള ഒരു അവസ്ഥയും കൂടി വരുന്നതായിരിക്കും. അപ്പം എന്തുകൊണ്ടും രോഹിണി ആൾക്കാർക്കും ഈ മകയിരം അര ഇടവൻ രാശിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും സന്തോഷം. അത് നമ്മൾ പറഞ്ഞു, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരമര, ഇത്രയും 3 രാശിക്കാർ ഇടവൻ രാശിക്കാരാണ്. അവർക്ക് രാഹുവിനെ കൊണ്ടും അതുപോലെ ശനിയെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഒക്കെ അനുകൂലമായ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 2026 അവരുടെ വർഷമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇനി നമ്മൾ നോക്കുന്നത് മിഥുനൻ രാശിയാണ്. അപ്പോൾ മിഥുനൻ രാശിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മകയിരമര, തിരുവാതിര, ഉണർദം, മുക്കാല്, ഈ 3 നക്ഷത്രക്കാരുടെ ഫലമാണ് മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഈ മിഥുനൻ രാശി ആവുമ്പോൾ, മിഥുനൻ രാശിയിൽ 2026 തുടങ്ങുന്ന സമയത്ത് ജന്മവ്യാഴാണ്. അതുപോലെ തന്നെ കണ്ടകശനിയാണ്, 10ലാണ്. മീനം രാശി എന്ന് പറയുന്നത് മിഥുനൻ രാശിയുടെ 10ാം സ്ഥാനമാണ്. അപ്പോൾ 10ാം രാശിയാണ്. 10ലൂടെ ശനി കടന്നു പോകുമ്പോൾ, കേന്ദ്രഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ നമ്മൾ കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പോൾ 10ലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർമ്മ മണ്ഡലത്തിൽ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ 9ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. രാഹു ബലവാനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ഗുണാനുഭവങ്ങളും സഡനായിട്ടുള്ള ചില എന്താ പറയുക ലാഭങ്ങളും
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സപ്പോർട്ടും നല്ലൊരു ഗുരുവിനെ കിട്ടുകയും നല്ല ഉപദേശങ്ങൾ പലരിൽ നിന്ന് കിട്ടുകയും ഒക്കെ ചെയ്യാൻ, അതിൽ പിതൃതുല്യരായ പല ആളുകളിൽ നിന്ന് അവർക്ക് വേണ്ടി നമുക്ക് പല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാനും നമുക്ക് അവരെ സേവിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വരാൻ, അപ്പം നല്ല അഡ്വൈസർമാരെ കിട്ടാം. അങ്ങനെയൊക്കെയുള്ളൊരു സമയമായിട്ട് ഈ രാഹു അതിനൊക്കെ സഹായിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ പല പുരോഗതികളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. പൊതുവെ മിഥുനൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഗുണങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അവർ കുറച്ച് ശ്രദ്ധിക്കണം. കർമ്മമണ്ഡലത്തിൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഒന്നും നമ്മൾ വിട്ടുവീഴ്ചകൾ ഉണ്ടാകണം. പലപ്പോഴും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നമ്മൾ എന്താണ് ആർഗ്യുമെന്റ്സിനൊന്നും പോകരുത് മേലധികാരികളോട്, അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ ആ ഭാവത്ത് ചില ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യ ജനുവരി 26 2026 ജനുവരി വരുമ്പോഴത്തേക്ക് വ്യാഴം ജന്മത്തിലാണ്. അപ്പം ജന്മവ്യാഴം അത്രയ്ക്കത്ര ഗുണം ചെയ്യില്ല. നമുക്കൊരു എന്താ പറയുക, ഒരു ബന്ധനാവസ്ഥ പോലെയൊക്കെ തോന്നും. കാര്യങ്ങളൊന്നും അങ്ങോട്ടും നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ തോന്നാമെങ്കിലും ജൂണിൽ 2ലേക്ക് പോകുന്നുണ്ട്. അപ്പൊ 2 എന്ന് പറയുന്നത് ധനസ്ഥാനാണ്. അപ്പൊ ധനസ്ഥാനത്തോട്ട് വ്യാഴം നിൽക്കുന്നു. അത് ഉച്ചസ്ഥനായിട്ട്, കർക്കിടക രാശി എന്ന് പറയുന്ന വ്യാഴത്തിന് ഉച്ചരാശിയും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും മിഥുനൻ രാശിയിൽപ്പെട്ട മകയിര അരക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യം കൂടും എന്ന് നമുക്ക് പറയാം. ധനാഗമം നമുക്ക് പെട്ടെന്ന് ധനം കടന്നു വരിക, പെട്ടെന്ന് ഒരു നല്ല അഡ്വൈസറെ കിട്ടുക, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗുരു സ്ഥാനീയരായിട്ടുള്ള ആളുകളിൽ നിന്ന് പല നല്ല ഉപദേശങ്ങൾ കിട്ടുക. അതുപോലെ പിതാവിൻ്റെ ഭാഗത്ത് നമുക്ക് പിതൃകടങ്ങളൊക്കെ തീർക്കാനൊരവസരം വരിക, ഗുരുക്കന്മാരെ വന്ദിക്കാനൊരു അവസരം വരിക. അതൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്താണെങ്കിലും നല്ല കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. വിദ്യാപുരോഗതിയൊക്കെ ഉണ്ടാകാം. അതുപോലെ ധനം, ഈ രാഹു നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധനങ്ങൾ കൊണ്ടുവന്ന് തരികയും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് അതേപോലെ പോകാനും അപ്പോൾ വരാനും പോകുന്നതും വരുന്നതും ഒക്കെ പെട്ടെന്നായിരിക്കും. അതുപോലെ മനസ്സിലൊരു ഫിയർ ഉണ്ടാകാം. പക്ഷെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുറച്ചൊരു ശ്രദ്ധ വേണം. വാക്കുതർക്കങ്ങളുടെ ഇടപാടുകളിലൊക്കെ നമ്മളൊരു സൂക്ഷ്മത വേണം. വാക്കുതർക്കങ്ങളിൽ പോകാതെ, ആർഗ്യുമെന്റ്സിന് നിൽക്കാതെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് 2ൽ നിൽക്കുന്ന വ്യാഴം ധനം കൊണ്ടുവന്നു തരും. 9ലെ രാഹു പല നല്ല കാര്യങ്ങളും കൊണ്ടുവന്നു തരും. 10ൽ നിൽക്കുന്ന ശനി നമുക്ക് കുറച്ച് ക്ലേശകരമായ അനുഭവങ്ങളിലൂടെയാണെങ്കിലും കർമ്മമണ്ഡലത്തിലെ പുരോഗതി തരും. കാരണം വ്യാഴം സപ്പോർട്ടീവായിട്ട് വരുമല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പം പൊതുവെ പേടിക്കാനൊന്നുമില്ല. ദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യം ഏറും. അതുകൊണ്ട് സന്തോഷത്തോടെ മിഥുനൻ രാശിക്കാർക്കും 2026 സ്വാഗതം ചെയ്യാം. ഇനി അടുത്തത് പുണർദ മുക്കാലാണ്. അപ്പോൾ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ വരും. കാരണം രാശി ഒന്നാണല്ലോ, മിഥുനൻ രാശിയിൽ തന്നെ വിടുന്നതാണ്. ഈ മകയിരമര, തിരുവാതിര, പുണർദ മുക്കാൽ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ വരും. ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർക്കും പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ധനപരമായിട്ടുള്ള വിജയങ്ങളുണ്ടാകും. ഇപ്പോൾ സാമൂഹികമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും സേവന രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു അംഗീകാരം, ഒരു പുരോഗതി, തൊഴിലൊരു പുരോഗതി, അതുപോലെ നമുക്കൊരു എന്താണെന്ന് പറയുക ആത്മസംതൃപ്തിയൊക്കെ കിട്ടുന്ന ഒരു പീരീഡായിട്ട് കണക്കാക്കാം. ശത്രുപീഡകൾ ഉണ്ടാകാം. പക്ഷെ അതിനെ നിന്നൊക്കെ നമുക്ക് ദൈവാധീനം കൊണ്ട് ദൈവാനുകൂല്യമുള്ള ഒരു സമയം എന്ന് നമുക്ക് വളരെയധികം പറയാം. അത് കുടുംബസൗഖ്യം അനുഭവിക്കാം, കുടുംബാന്തരീക്ഷം ശാന്തമാകുന്ന, കുടുംബസൗഖ്യം അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അത് തീർച്ചയായിട്ടും അത് കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നത് ജൂൺ മാസത്തിലായിരിക്കും. അതുവരെ വ്യാഴം ജന്മത്തിലാണ്. അപ്പം ജന്മവ്യാഴം അത്രയ്ക്ക് അങ്ങോട്ട് അനുകൂലമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ജൂണിലൊരു മാറ്റത്തിൽ കർക്കിടകത്തിലേക്ക് വരുന്ന വ്യാഴം അവർക്ക് ദൈവാധീനം നന്നായി കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള, കുടുംബപരമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാകും. ഇപ്പോൾ ദൂരെ നാട്ടിൽ താമസിച്ചിട്ട് ഒരുപാട് കാലമായിട്ട് നമുക്ക് സ്വന്തം വീട്ടിലേക്ക് കുടുംബാംഗങ്ങളെയൊക്കെ കാണാനായിട്ട് എത്തണം, നമ്മുടെ സ്വന്തം വീട്ടിലെത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനെ കുടുംബ സമാഗമം, ബന്ധു സമാഗമം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു അനുഭവങ്ങൾ, അങ്ങനെയുള്ള നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. വളരെ ദോഷങ്ങളൊന്നും അധികം ഇല്ല. എന്നാൽ പോലും കണ്ടകശനിയാണ്, അത് ഓർക്കണം. നമ്മൾ വാക്ക് തർക്കങ്ങളിലൊന്നും അധികം നിൽക്കരുത്. അതുപോലെ മത്സരങ്ങൾക്ക് നിൽക്കരുത്. ഇപ്പോൾ ഈ കർമ്മ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ മത്സരം, പൊളിറ്റിക്സ് വരുമല്ലോ, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്സിലൊക്കെ നമ്മൾ അറിയാതെ പോലും ഇടപെട്ട്
പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. കാരണം കണ്ടകശനി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ രാഹു അനുകൂലമായിട്ട് വരും, അനുകൂലത്തിൽ തന്നെയാണ്. അപ്പൊ രാഹുവിന്റെ ഒരു സ്വഭാവം നമുക്ക് ചില ഭയാശങ്കകളൊക്കെ ഉണ്ടാവും മനസ്സിലെങ്കിലും ദോഷകരമായിട്ടൊന്നും ഉണ്ടാകാനുള്ള ഇടയില്ല. ദൈവാധീനം പരിപൂർണമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ഗുണദോഷ സമ്മിശ്രമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം കണ്ടകശനിയൊക്കെ ആയതുകൊണ്ട്. അപ്പം എന്നാൽ പോലും ഗുണാധിക്യം കൂടുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി, പഠന പുരോഗതി ഉണ്ടാകും. അതുപോലെ അവർക്ക് കലാകായിക രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കും അംഗീകാരം, ശ്രേഷ്ഠതയും കുടുംബസൗഖ്യവും സുഹൃത്തുക്കളാലുള്ള സപ്പോർട്ടും ഒക്കെ കിട്ടുന്ന, നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത പല സഹായങ്ങളും പലരിൽ നിന്നും കിട്ടും, ഗുണാനുഭവങ്ങൾ കിട്ടും, സഹായഹസ്തങ്ങൾ നീണ്ടുവരും. അതുപോലെ സേവന രംഗത്തും അതുപോലെ പൊതു പ്രവർത്തകർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു, അവർക്ക് വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടാതെ പോയിട്ടുള്ള നമ്മൾ ചെയ്ത പല പ്രവർത്തികളും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മളുടെ പ്രവർത്തനങ്ങൾക്കൊരു അംഗീകാരം, നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി ഒക്കെ വരുന്നൊരു കാലമാണ്. അപ്പം ഗുണാധിക്യം ഏറുന്നൊരു കാലമാണ്. പുണർദം മുക്കാലുകാർക്കും വളരെ ധനത്തിനൊന്നും വലിയ ബുദ്ധിമുട്ട് വരില്ല. അതുപോലെ കുടുംബത്തിലെ ഐശ്വര്യവും സ്നേഹസ്, ബന്ധുസമാഗമം, ഇതൊക്കെ വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ സ്ഥാനത്ത് ഒന്ന് ശ്രദ്ധ പതിപ്പിക്കണം. ആർഗ്യുമെന്റ്സിനൊന്നും പോകരുത്. രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുക. അപ്പം അങ്ങനെയൊക്കെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക. അത്രയൊക്കെ ആണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ ഉപദേശം എന്ന് പറയുന്നത്. അത്രയും ആ ഭാഗമാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. അപ്പോൾ പൊതുവെ നല്ലതാണ്. മിഥുനൻ രാശിക്കാർക്ക് നല്ലത് തന്നെയാണ്. ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണത്തിനാണ്, ഗുണാധിക്യം ഏറും എന്ന് തന്നെ പറയാം. ആശ്വാസത്തിന് വകയുണ്ട്. ഇനി നമുക്ക് കർക്കടകൻ രാശിയെ കുറിച്ച് നോക്കാം. അപ്പൊ കർക്കടകൻ രാശിയിൽ വരുന്ന അത് പുണർദം, കാല്, പൂയം, ആയില്യം, ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കടകൻ രാശിയിലേക്ക് വരുന്നത്. അപ്പൊ കർക്കടകൻ രാശിക്കാർക്ക് വ്യാഴം അതായത് ജനുവരി തുടങ്ങി ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം 12ലാണ്, മിഥുനത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 12ലെ വ്യാഴം എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമല്ല അത്. അപ്പോൾ കുറച്ച് ചിലവുകൾ വർദ്ധിക്കാനൊക്കെ ആയിട്ടുള്ളൊരു അവസ്ഥാന്തരങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ഭാഗ്യം, ഒരു ദൈവാധീനമൊക്കെ കുറയുന്ന പോലെ നമുക്ക് തോന്നാം. അപ്പം അങ്ങനെ ഒരവസ്ഥ സംജാതമായാൽ നമ്മൾ വിഷമിക്കേണ്ട. ജൂൺ 2-ാം തീയതിയൊക്കെ ജൂൺ ആദ്യവാരം തീർച്ചയായിട്ടും വ്യാഴം മാറുന്നുണ്ട്. അപ്പം ആ വ്യാഴമാറ്റം തീർച്ചയായിട്ടും അവർക്ക് എന്താ വരുന്നത്? ഗുണാനുഭവങ്ങൾ വരും. അപ്പം വ്യാഴം അപ്പം ജന്മത്തിലേക്കാണ് വരുന്നതെങ്കിൽ പോലും അവിടെ ഒരു പ്രത്യേകത, ജന്മവ്യാഴം നല്ലതല്ല, ജന്മവ്യാഴവും നല്ല അനുഭവങ്ങൾ തരുന്നില്ല. എങ്കിൽ പോലും ഇവിടെ കർക്കടകൻ രാശിക്കാർക്ക് ഒരു ബെനിഫിറ്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ, ജന്മവ്യാഴമാണെങ്കിലും ആ വ്യാഴം നിൽക്കുന്നത് കർക്കടക രാശിയാണ്. വ്യാഴം നിൽക്കുന്ന രാശി ഉച്ചസ്ഥനായിട്ട്, ഉച്ചബലമായിട്ടാണ്, നല്ല ബലത്തോടു കൂടി നിൽക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള ആഗ്രഹം, ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ തരാൻ പോകുന്ന ഭാഗത്തിൽ നിൽക്കുകയാണ് അവിടെ. അപ്പം തീർച്ചയായിട്ടും അത് ഗുണാനുഭവം അല്ലേ. അപ്പം ഒരു 100% കിട്ടിയിട്ടില്ല എങ്കിലും നമുക്കൊരു 75% കാര്യങ്ങളെങ്കിലും നന്നായി പോകും. അങ്ങനെ ആശ്വസിക്കാം നമുക്ക്. അപ്പം ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. തീർച്ചയായിട്ടും ജൂൺ വരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം നമ്മൾ പിന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ വിളക്ക്, മാല, ഭാഗ്യ സൂക്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക. മഞ്ഞപ്പൂക്കൾ ഭഗവാൻ അർപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഈശ്വരാധീനം നമ്മൾ വർദ്ധിപ്പിക്കണം. കൂടുതൽ വ്യാഴം 12ൽ നിൽക്കുമ്പോൾ വ്യാഴത്തെ, ഗുരുവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് വ്യാഴാഴ്ച ദിവസം നമ്മൾ ഗുരു പ്രീതികരമായിട്ട്, അതായത് വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹങ്ങളിൽ വ്യാഴ ശാന്തി പൂജയായിട്ടോ അല്ലെങ്കിൽ വിഷ്ണുവിനോ ഒക്കെ വിഷ്ണുവിന് പ്രാധാന്യം നൽകുന്ന, അതായത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ വ്യാഴാഴ്ച ചെയ്യുക. വ്യാഴാഴ്ച നമ്മൾ നോൺ വെജൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോൺ വെജൊക്കെ ഒഴിവാക്കി ഒരു നേരമൊക്കെ ചുരുക്കി ഒക്കെ നമ്മളൊരു വ്രതം പോലെയൊക്കെ എടുത്താൽ ഐശ്വര്യം കൂടും. അതാണ്. അപ്പം ദൈവാധീനം വർദ്ധിപ്പിച്ചു പോന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ക്ലേശങ്ങൾ ഉണ്ടാവും. കുറച്ച് ശത്രു ഭാഗത്തു നിന്നൊക്കെ ചില തിരിച്ചടികളൊക്കെ, ശത്രുക്കൾ മൂലം നമുക്ക് കുറച്ച് ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത വന്നാലും ഈ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ക്ലേശങ്ങളിലൂടെ നടന്നു പോയിട്ട് നമുക്ക് സക്സസ് ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകാം.
അപ്പൊ അതാണ്. അപ്പൊ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അവർക്ക് വരുന്നത്. ദോഷാധിക്യം കൂടുന്നില്ല, ദോഷാധിക്യം കൂടിപ്പോയേനെ. പക്ഷെ അവിടെ വ്യാഴം നിൽക്കുന്നത് കർക്കടകത്തിൽ ആയതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ പരിപൂർണമായിട്ട് നമുക്ക് ഒരു അനുഗ്രഹം വരുന്നുണ്ട്. അപ്പൊ അത് ഒരു പ്രൊട്ടക്ഷനായിട്ട് നിന്നോളും തീർച്ചയായിട്ടും. പിന്നെ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്തൊന്ന് സൂക്ഷിക്കണം, അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ കരുതലുകൾ, സുരക്ഷിതമായ രീതിയിൽ ഉള്ള യാത്ര നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുണ്യമായിട്ടുള്ള പുണ്യതീർത്ഥയാത്രകളൊക്കെ നടത്താൻ കൂടുതൽ അവസരങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ എത്ര അവസരങ്ങൾ കിട്ടുന്നോ അതെല്ലാം നന്നായി വിനിയോഗിക്കുക, അത് അത്യാവശ്യമാണ്. അപ്പം കാര്യങ്ങളൊന്നും അങ്ങനെ തടസ്സപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നില്ല. എന്നാൽ പോലും ചില ക്ലേശങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. ധനാഗമ മാർഗം തുറന്നു കിട്ടും. കാരണം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നന്നായി ജന്മത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തിലേക്ക് ക്ലേശങ്ങൾ ഒരുപാട്, ധനാഗമമൊക്കെ വരാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയാൽ അത് അങ്ങനെ തുടങ്ങാനുള്ള അവസരങ്ങൾ വരാം. അതുപോലെ ബന്ധുമിത്രാദികളുമായിട്ട് നമുക്ക് കൂടുതൽ അവരുമായിട്ട് സംയോഗങ്ങളൊക്കെ ഉണ്ടാകാനും ആ ഭാഗത്തു നിന്നൊക്കെ ഒരു സപ്പോർട്ടൊക്കെ വരാനും ഒക്കെ ഉണ്ടാകും. പിന്നെ അപവാദങ്ങൾ, ഇപ്പോൾ പൊതുപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ആളുകൾ അപവാദങ്ങളോ അപകീർത്തിയോ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു ദോഷമൊന്നുമില്ലാതെ വളരെ എന്താ പറയുക, ഒരു ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇതാണ് കർക്കിടകൻ രാശിയിലുള്ള പുണർദം കാല നക്ഷത്രം, ആ നക്ഷത്രക്കാർക്ക് വരുന്ന അനുഭവം. അടുത്തത് പുണർദം കഴിഞ്ഞാൽ പിന്നെ പൂയാണ് വരുന്നത്. അപ്പോൾ പൂയംകാർക്കും ഇത് തന്നെ സെയിം ആണ്. കാരണം കർക്കിടക രാശിയാണ്, അവസ്ഥ ഇത് തന്നെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ വരും. അവരും ഇതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ ധാരാളമായിട്ട് ചെയ്യുക. അതായത് ഇപ്പം അമ്പലത്തിലൊന്നും പോകാത്ത അല്ലെങ്കിൽ ഈശ്വരനെയൊന്നും ഭജിക്കാതെയൊക്കെ നടക്കുന്നവരാണെങ്കിൽ അതൊക്കെ അത് ഒരു ഡെയിലി പ്രാക്ടീസ് എന്ന രീതിയിൽ അത് കൊണ്ടുപോകണം. കാരണം നമുക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന അനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നിവൃത്തി ആയി വരും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ 12 ആദ്യ ഭാഗത്തിൽ 2026 തുടങ്ങുമ്പോൾ പിന്നെ 12 നിൽക്കുന്ന വ്യാഴം നമുക്ക് വ്യയസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ഈശ്വരാധീനം മറഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്ന് ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ജന്മത്തിലേക്ക് വരുന്നുണ്ട്. അത് കർക്കിടക രാശി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം ഒരു പ്രൊട്ടക്ഷൻ അവിടെ നൽകും, ഉറപ്പായിട്ട് തരും. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. കാരണം ഈശ്വരാധീനം ഉള്ളപ്പോൾ എത്ര ദോഷമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ രക്ഷപ്പെടും. അവിടെ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം യാത്രകൾ ശ്രദ്ധിക്കണം, അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മളതിനെ ഗൗരവമായിട്ട് കണക്കാക്കണം. അതിന് വേണ്ടുന്ന വിധത്തിൽ ആദ്യമേ തന്നെ അതിൻ്റെ ചികിത്സകളൊക്കെ എടുത്ത് ആരോഗ്യ സംരക്ഷണം നമ്മളൊന്ന് ശ്രദ്ധ വയ്ക്കണം. അത് പിന്നെ കാര്യമായിട്ട് ഉള്ള തോതിലേക്ക് അത് പോകാൻ ഇടവരുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കണം, അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട്. അതുപോലെ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകാനും ആർഗ്യുമെൻസിനൊന്നും നിൽക്കാതെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മിതത്വം നമ്മളെപ്പോഴും പാലിച്ച് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് കൊണ്ടുപോയാൽ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനോ അല്ലെങ്കിൽ ധനത്തിനൊന്നും വലിയ ക്ലേശമില്ലാതെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആവശ്യത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നങ്ങ് പൊക്കോളും. വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് പൂയം നാളുകാരോട് പറയാനുള്ളത്. ആയില്യം എന്ന് പറയുമ്പോഴും അതും ഇതുപോലെ തന്നെ കർക്കിടകൻ രാശിയാണ്. ഏകദേശം അനുഭവങ്ങളൊക്കെ ഒരുപോലെ തന്നെ വരും. കാരണം 12 വ്യാഴം ആദ്യം നിൽക്കുന്നത്, പിന്നീട് ജന്മത്തിലേക്ക് വരുന്നു. അതുപോലെ നമ്മൾ പറയും ശനിയും അവർക്ക് 9 നിൽക്കുന്നത്, 8 രാഹു നിൽക്കുന്നത്, 2 കേതു നിൽക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് വരുന്നത്. അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പറയാൻ വിവാദങ്ങളിലൊന്നും പോയി ചാടരുത്. നമ്മുടെ വാക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് തന്നെ വിനയായി വരുന്നൊരു പ്രശ്നം. അപ്പോൾ അത് ആലോചിച്ചും കണ്ടുമൊക്കെ സംസാരിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ മുളയിലേ നമ്മളത് നുള്ളുക. അതായത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ അതിന് വേണ്ട ചികിത്സകളൊക്കെ എടുക്കുക, വെച്ച് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക. അതുപോലെ പ്രതിവാദങ്ങളിലൊന്നും നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കാതിരിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. പുണ്യ സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, അതുപോലുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും അതൊക്കെ വിനിയോഗിക്കണം.
ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവാധീനം നിങ്ങൾക്ക് കിട്ടും, കാരണം കർക്കിടകത്തിലേക്ക് ജൂൺ തുടങ്ങി വരുന്നുണ്ടല്ലോ. അപ്പൊ ദൈവാധീനം ഉള്ളത് കൊണ്ട് ധനാഗമത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായാലും അതുപോലെ ശത്രുവർദ്ധന ഉണ്ടായാലും ചില ശത്രുക്കൾ, അതായത് ശത്രുക്കൾ നമുക്ക് ചില പ്രയോഗങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ ഇരിക്കാം. ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ക്ലേശങ്ങളെയൊക്കെ നമ്മൾ നേരിടേണ്ടി വരുമെങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ നമുക്ക് അടിപതറിപ്പോകാതെ നമുക്ക് നല്ലൊരു സ്റ്റെബിലിറ്റിയോടുകൂടി നിൽക്കാനായിട്ട് ഒരു ധൈര്യം നമുക്ക് കിട്ടും. ആ ധൈര്യം തരുന്ന ആരാണ്? വ്യാഴാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും നമുക്ക് അതിനെയൊക്കെ വളരെ സമചിത്തതയോടെ കൈകാര്യം ചെയ്ത് വിജയത്തിലേക്ക് പോകുവാനുള്ളൊരു അങ്ങനെയുള്ള ഒരു അവസരമാണ് 2026 ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അവരെ കുറിച്ച് പറയാനുള്ളത്. ഗുണാധിക്യം ഏറുമെന്നോ അല്ലെങ്കിൽ ദോഷാധിക്യം ഏറുമെന്നോ അല്ല, സമ്മിശ്രമായ ഒരു അനുഭവമായിരിക്കും അവർക്കുണ്ടാവുന്നത്. എന്നാലും ദൈവികമായൊരു പരിരക്ഷ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ദോഷവശങ്ങൾ മറികടക്കാനുള്ള ഭാഗ്യവും ഈ അവസരത്തിൽ അവർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് കിടക്കാം. അപ്പൊ ചിങ്ങൻ രാശിക്കാർക്ക് 2026 തുടങ്ങുമ്പോഴേക്കും വളരെ സന്തോഷവും കുറേ ആഗമനം ഒക്കെ ഉണ്ടാകാം. ധനം വർദ്ധിക്കും. അതുപോലെ എവിടെന്നെങ്കിലൊക്കെ ധനം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കയറി വരും. കാരണം എന്താണെന്ന് വെച്ചാല് 11 ആണ്. 11 അത് മിഥുനം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയുടെ 11ാം ഭാവമാണ്. അപ്പൊ അവിടെ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഐശ്വര്യപ്രദമാണത്. അപ്പൊ സർവാഭീഷ്ട സ്ഥാനത്തേക്ക് നിൽക്കുവാണ് വ്യാഴം. അപ്പൊ ആ തുടക്കം വളരെ ഗംഭീരാണ്. ധനം കിട്ടും. അതുപോലെ പല വിധത്തിലുള്ള സഹായഹസ്തങ്ങൾ കിട്ടും. കുടുംബൈശ്വര്യം ഉണ്ടാകും, ശ്രേയസ് ഉണ്ടാകും. നമ്മൾ എന്തിനിറങ്ങിയാലും ഒരു ഐശ്വര്യവും സൽകീർത്തിയും സൽപദവിയും ഒക്കെ നമുക്ക് തേടിയെത്തും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ അഷ്ടമത്തിലാണ് ശനി എന്ന് പറയുന്നത്. അപ്പൊ അഷ്ടമത്തിലെ ശനിയെ നമുക്കറിയാലോ. അഷ്ടമത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ക്ലേശങ്ങളൊക്കെ അവിടെ അപ്പൊ ഒന്നെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ബന്ധങ്ങൾ തമ്മിൽ വൈകാരികമായ ചില പ്രശ്നങ്ങളുണ്ടാകും, ഓവർ തിങ്കിങ് ഉണ്ടാകാം. അങ്ങനെ പല ക്ലേശങ്ങളുടെ ഒരു ഭാവത്തിൽ കൂടിയാണ് നമുക്ക് ശനി കടന്നു പോകുന്നത്. അപ്പോൾ പാർട്ട്ണറുമായിട്ടൊക്കെ ആണെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ നമ്മളൊരു മിതത്വം പാലിക്കുകയും അങ്ങനെയൊക്കെ വേണം. കാരണം ശനി എപ്പോഴും ശനിയുടേതായ ഒരു ക്ലേശ സ്വഭാവം, നമുക്ക് ക്ലേശമായിരിക്കും എപ്പോഴും തരുന്നത്. വളരെ ഈസി ഗോയിങ് അല്ല ശരി തരുന്നത്, പ്രത്യേകിച്ച് അഷ്ടമത്തിലൊക്കെ നിൽക്കുമ്പോൾ. അപ്പൊ 9 ആണ് രാഹു നിൽക്കുന്നത്. അപ്പൊ 9 രാഹു നമുക്ക് പിതൃഭാവത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചില കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചില സമയത്ത് ആ തർക്കങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് ചില സ്വത്ത് തർക്കങ്ങളൊക്കെ പിതാവിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ആ പിതൃധനം കയ്യിലേക്ക് വരാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൻ ആയിട്ട് ഒരു ഗെയിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ 9 രാഹു സഹായിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് വിദേശ ബന്ധം, യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. സ്പിരിച്വലി നമ്മൾ കണക്റ്റഡ് ആകാം. സ്പിരിച്വൽ ഒരു ഗ്രോത്ത് ഒക്കെ വരാം നമുക്ക്. അതുപോലെ പുണ്യസ്ഥല സന്ദർശനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ധാരാളമായിട്ടുണ്ടാകാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ കേതു നിൽക്കുന്നത് ജന്മത്തിലാണ് നിൽക്കുന്നത്, ചിങ്ങത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പൊ വളരെ ഗുണാനുഭവങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ആദ്യ സമയത്തുണ്ടാകുന്ന, അതായത് 11 നിൽക്കുന്ന വ്യാഴം സർവാഭീഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് സർവൈശ്വര്യങ്ങളും തരും. അവിടെ നമുക്ക് ഈ ക്ലേശങ്ങളൊക്കെ ഉണ്ടായാലും അത് നമ്മൾ പോലും അറിയാതെ അതിനെ മാനേജ് ചെയ്ത് നമുക്ക് സുഖവും സന്തോഷവും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ വ്യാഴം അനുഗ്രഹിച്ച എല്ലാം കിട്ടിയെന്നാണ്. അവിടെ മറ്റ് ഗ്രഹങ്ങൾക്ക് അത്രയ്ക്കൊന്നും അവരുടെ വ്യാഴത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. ശനിയാണെങ്കിൽ പോലും. എന്നാലും ശനിക്ക് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് ശനി അതിൻ്റെതായ ഒരു ഇത് കാണിക്കും. അതും കൂടെ നമ്മൾ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യ ഭാവം എന്ന് പറയുന്നത് തുടക്കത്തിൽ വളരെ നല്ലതാണ്. 11 നിൽക്കുന്നത്. അപ്പൊ സർവാഭീഷ്ട സ്ഥാനത്താണ്, സർവേശ്വരകാരകനാണ് നിൽക്കുന്നത്. അതിൻ്റെതായ ഐശ്വര്യവും പൂർണ്ണിമയും ഒക്കെ നമുക്കുണ്ടാകും, പൂർണ്ണതയൊക്കെ ഉണ്ടാകും നമുക്ക് എല്ലാ കാര്യത്തിലും. ബന്ധുക്കളുമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും ഇഴയെടുപ്പൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. പോലും ജൂൺ ആദ്യവാരം ഈ വ്യാഴം 11 നിന്ന് 12 വരും. അപ്പൊ നമുക്കൊരു അവിടെ ഒരു ഗുണാനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടന്നു കിട്ടും. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ സ്ട്രഗിളോ ബ്ലോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വിദേശം, ആ യാത്ര കൊണ്ട് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.
പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഗൗനിക്കണം. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിയൊന്നും വെക്കരുത്. വേണ്ട വിധത്തിലുള്ള ഒരു എന്താണ് സംരക്ഷണം, ദേഹത്തിന് ഉണ്ടാകുന്ന എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗനിക്കണം. അതങ്ങനെ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം. ആദ്യഭാവങ്ങളിലൊക്കെ നമുക്ക് ഗുണാധിക്യവും ഒരു ഈശ്വരാധീനവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ നമുക്ക് സ്വതമേ ഉണ്ടാകും. എന്നാൽ പോലും തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് അലസതയൊന്നും കാണിക്കരുത് ആ ഭാവം കൊണ്ട്. തീർച്ചയായിട്ടും നാമജപങ്ങളും അതുപോലെ ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തി ഭാഗ്യാനുഭവങ്ങളും പുണ്യാനുഭവങ്ങളും വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതാണ് കർക്കിടകൻ രാശിയിലെ കർക്കിടകമല്ല, ചിങ്ങൻ രാശിയിലെ നമ്മുടെ ആദ്യത്തെ നക്ഷത്രമായ ആണ്. അപ്പം മകൻ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത്, അവർക്ക് മകൻ നക്ഷത്രക്കാർക്ക് 2026 ദോഷാധിക്യമൊന്നും പറയാൻ പറ്റില്ല, ഗുണാധിക്യമൊന്നും പറയില്ല. പക്ഷെ ഈശ്വരാധീനം അനുഭവിച്ചറിയുന്ന ഒരു സമയമാണ്. ക്ലേശങ്ങൾ ഉണ്ടാകാം, സ്ട്രഗിൾസ് ഉണ്ടാകാം, എങ്കിലും ഈശ്വരന്റെ ഒരു കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ വർഷം. അതുകൊണ്ട് സാന്ത്വനവും സമാധാനവുമായിട്ട് നമുക്ക് ഈ വർഷവും നമുക്ക് നേരിടാം. അതാണ് അവരെ കുറിച്ച്. അപ്പൊ ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും, അതുപോലെ തന്നെ നാമജപങ്ങൾ ഒഴിവാക്കരുത്. പൂര നക്ഷത്രക്കാർക്കാണ് അടുത്തത്. അപ്പൊ പൂര നക്ഷത്രക്കാർക്കും ഇതുപോലെ തന്നെ ഏകദേശം സമാനമാണ്, കാരണം രാശിയൊക്കെ ഒന്നാണല്ലോ. അപ്പോ ചിങ്ങൻ രാശിയാണ്. അപ്പൊ ചിങ്ങൻ രാശി ആകുമ്പോൾ ആദ്യം 11 സർവാഭിഷ്ട സ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായ വ്യാഴം വരുന്നു. നമുക്ക് ബിസിനസ്സുകാരാണെങ്കിൽ വലിയ ലാഭങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയ നൂതന സംരംഭങ്ങളിൽ ഏർപ്പെടാം. പിന്നെ രാഷ്ട്രീയം, അതുപോലെ അങ്ങനെയുള്ള മത്സരാർത്ഥികളൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ മത്സര വിജയം, അതുപോലെ തന്നെ അംഗീകാരം ഒക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ ഇപ്പൊ പരീക്ഷയൊക്കെ എഴുതി ഇപ്പൊ റിസൾട്ടൊക്കെ കാത്തിരിക്കുന്നതാണെങ്കിൽ ഈ 11 വ്യാഴം നിൽക്കുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ വിജയിക്കും. അതുപോലെ സാധാരണ പരീക്ഷയാണെങ്കിൽ പോലും ഉന്നത വിജയത്തിലേക്കും നല്ല മാർക്കൊക്കെ കിട്ടി സന്തോഷത്തിന്റെ അവസരങ്ങൾ ഉണ്ടാവും. അതുപോലെ കുടുംബത്ത് സന്തോഷകരമായ പല മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. പിന്നെ അപ്പൊ അങ്ങനെ ഒരു മംഗളകർമ്മമൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ധനം ചെലവാകുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. പരസ്പരം എന്താണെന്ന് വെച്ചാൽ വലിയൊരു കാര്യം, മംഗളകാര്യം ചെയ്യുമ്പോൾ അതിന്റെ പുറകില് അതിനോട് അനുബന്ധമായിട്ട് കുറെ ക്ലേശങ്ങൾ പിന്നീട് കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ കണക്കാക്കിയാൽ മതി. 12ലേക്ക് വ്യാഴം വരുമ്പോൾ ചിലവുകൾ കൂടും, യാത്രകൾ കൂടും, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് കൂടും. പിന്നെ ചിലപ്പോൾ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് കുറെ അപവാദങ്ങളും വരും, അല്ലെ, കുറെ വിമർശനങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെയും ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഈശ്വരാധീനം നന്നായി വർദ്ധിപ്പിക്കണം. ഈശ്വരൻ കൂടെയുണ്ട്, എല്ലാത്തിനും ഒരു സംരക്ഷണ കവചം അവിടെ നിന്ന് കിട്ടിക്കൂടും. ഇനി നമുക്ക് ചിങ്ങൻ രാശിയിൽ ഉത്രം കാലുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ പൊതുവേ ചിങ്ങൻ രാശി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം 11ലേക്കാണ് വരുന്നത്, പിന്നീട് അത് 12ലേക്ക് മാറും. അഷ്ടമശനിയാണ്, അതുപോലെ 9ലാണ് രാഹു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആരംഭം വളരെ നല്ലതായിരിക്കും. ഒരുപാട് ഗുണാനുഭവങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ശമ്പള വർധന ഉണ്ടാകാം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകാം, നമ്മുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് നമുക്ക് കൂടിച്ചേർന്ന് അവരുമായിട്ട് സന്തോഷങ്ങൾ കൈമാറാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഗുണാനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കൂടുതലും അങ്ങനെ തന്നെ വരും. പിന്നെ ആ കാലം കഴിഞ്ഞിട്ട് ജൂൺ ആദ്യവാരം ആകുമ്പോഴത്തേക്ക് വ്യാഴന്റെ മാറ്റമുണ്ട്. അത് 12ലേക്കാണ് മാറുന്നത്. കർക്കിടകം എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയുടെ 12ആണ്. അപ്പൊ 12ലെ വ്യാഴം എന്ന് പറയുമ്പോൾ വിദേശ സംബന്ധമായിട്ട് നമുക്ക് യാത്രകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സം വരാൻ സാധ്യത കുറവാണ്. കാരണം അതിനൊക്കെ പ്രപ്പോസൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ 11ലായിരുന്നു. അപ്പൊ 10ല് വ്യാഴമായിരുന്ന സമയത്ത് ചിലപ്പോൾ ചില സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്യുകയും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള പേപ്പറുകളൊക്കെ റെഡിയാകുകയും പോകാനൊക്കെ സാധിക്കുകയും അവിടെ ചെന്നാലും ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പൊ അതാണ് പൂര നക്ഷത്രക്കാർക്ക് 12ലെ വ്യാഴം അങ്ങനെ ചില ഗുണാനുഭവങ്ങൾ കൊടുക്കും. അപ്പൊ 12ലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും അവിടെ ഉച്ചസ്ഥനായിട്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണാനുഭവങ്ങൾ അതിന് പ്രൊട്ടക്ടറായിട്ട് തന്നെ നിൽക്കും വ്യാഴം. ദോഷവശങ്ങളായിരിക്കില്ല കൂടുതലും ഉണ്ടാകുന്നത്. പിന്നെ അഷ്ടമത്തിലെ ശനി തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ക്ലേശങ്ങൾ തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ, അതുപോലെ ലഗ്നത്തിൽ ചിങ്ങത്തിൽ കേതുകൊണ്ട്, അപ്പൊ ഹെൽത്ത് പരമായിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടാൽ ഉടനെ തന്നെ അതിന് പരിഹാരങ്ങളൊക്കെ നമ്മൾ തേടണം. അല്ലാതെ വെച്ച് ചെറിയൊരു പനിയാണ് ഇതാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്.
അത് പിന്നീട് പ്രശ്നങ്ങളൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചിങ്ങത്തിൽ തന്നെയാണ് അവിടെ ചിങ്ങൻ രാശിയിൽ തന്നെയാണ് കേതു നിൽക്കുന്നത്, അഷ്ടമത്തിൽ ശനിയുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ 12-ൽ നിൽക്കുന്ന, അതായത് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം തീർച്ചയായിട്ടും വൃശ്ചികൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്, അതുപോലെ മകരൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ, അതായത് വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയുടെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 4ലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ മാതൃഗുണം ഉണ്ടാകാം, മാതാവിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ പല സ്നേഹോഷ്മളമായ പരിചരണങ്ങളോ, അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ അനുഭവിക്കാനുള്ള യോഗങ്ങളുണ്ടാവും. അല്ലെങ്കിൽ മാതൃസ്വത്തുക്കൾ കിട്ടാനാ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത. ഇനി നമുക്ക് കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഷെയറൊക്കെ കിട്ടാൻ, അതൊക്കെ കിട്ടാനുള്ള സാധ്യത മാതൃകുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ വരാം. മാതാവിനാലുള്ള സ്നേഹങ്ങളും ആ ഭാഗത്തു നിന്ന് ധനാഗമം ഒക്കെ ഉണ്ടാകാം. കുടുംബപരമായ ഒരു ശ്രേയസ്സും ഐശ്വര്യവും ഒക്കെ വരും. കാരണം 4ാം ഭാവത്തിലേക്ക് വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം നോക്കുന്നുണ്ട്, അതുപോലെ 6ലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെയൊക്കെ വിജയിക്കാനുള്ള ഒരു അവസരവും നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. അപ്പൊ ശത്രുക്കളുടെ നീക്കങ്ങളെ നമുക്ക് പൊട്ടിച്ചു കളയാൻ സാധിക്കും. അതാണ് അതിനകത്ത് കാരണം 6ലേക്ക് സർവേശ്വരകാരനായ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ പിന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ ആരുടെ കൺട്രോളിലാകും? ഈ വ്യാഴത്തിന്റെ നോട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ശനി അധികം ക്ലേശങ്ങൾ തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പൊതുവെ ഐശ്വര്യപൂർണമായ ഒരു വർഷമായിരിക്കും ഈ ചിങ്ങൻ രാശിക്കാർക്ക്. അപ്പൊ ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രം കാലുകാര്. ഇത്രയും പേർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് 2026 പുതുവർഷം കന്നി രാശിക്കാർക്ക് എന്താണ്? അവരും പ്രതീക്ഷയോടെ നിൽക്കാണല്ലോ. അപ്പൊ അവരൊക്കെ എന്താണ് തരുന്നത്? ഗുണമാണോ, ദോഷമാണോ, സമ്മിശ്രമാണോ എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ കന്നിരാശിക്കാർക്ക് പുതുവത്സരം തുടങ്ങുമ്പോൾ അവർക്ക് 10ലാണ്, മിഥുനത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ 10ലാണ് വ്യാഴം നിൽക്കുന്നത്. അതിനുശേഷം ജൂണൊക്കെ ആകുമ്പോൾ, ജൂൺ ആദ്യവാരം ആകുമ്പോഴത്തേക്ക് അത് എന്തിലോട്ട് പോകും? 11ലേക്ക്, സർവാഭീഷ്ട സ്ഥാനത്തേക്ക് ഉച്ചസ്ഥനായിട്ട് വ്യാഴം വരികയാണ് ചെയ്യുന്നത്. അപ്പം വളരെ അനുഗ്രഹീതമായ കുറേ ദിവസങ്ങളാണ്, കുറേ ദിനങ്ങളാണ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവര് അതിനുവേണ്ടി അവരുടെ നല്ല ഗുണാനുഭവങ്ങൾ വരാനുള്ള വളരെ ശ്രേഷ്ഠമായ കുറേ ദിനങ്ങളാണ് നമുക്ക് പറയാം. അപ്പൊ 2026 തീർച്ചയായിട്ടും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും സൗഭാഗ്യവും ഐശ്വര്യവും ശ്രേയസ്സും കീർത്തിയും എല്ലാം കൊണ്ടുവന്നു തരുന്ന ഒരു വർഷമായിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം ആദ്യം തുടക്കത്തിൽ ചില കർമ്മമണ്ഡലത്തിൽ കുറെ എന്തെങ്കിലും ചെറിയ ചലനങ്ങളോ വ്യതിയാനങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ ആ വ്യതിയാനങ്ങളും ചലനങ്ങളും ഒക്കെ അവർക്ക് നല്ലതിനാണ്. അതൊക്കെ ഗുണാനുഭവങ്ങളായിട്ട് പിന്നീട് മാറുകയും ചെയ്യും. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും 7ലാണ്, അതായത് മീനൻ രാശി, കന്നിരാശിയുടെ 7ാമത്തെ രാശിയാണ്. അവിടെ ശനി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശനി കേന്ദ്രഭാവങ്ങളിലൂടെ പോകുമ്പോഴാണ് നമ്മൾ കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കണ്ടകശനിയുടെ ഒരു കാലമാണ് ഇനിയും ഉണ്ട്. കണ്ടകശനി തീർന്നിട്ടില്ല, 1.5 വർഷം കൂടി ഉണ്ട്. അപ്പൊ അതിനെ നമ്മളൊന്ന് എന്താ പറയുക, ശനിയെ നമ്മളൊന്ന് ബഹുമാനിക്കണം. ശനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഷോർട്ട് കട്ടുകളൊന്നും തേടി പോകരുത്. വളരെ രാത്രി യാത്രകളൊക്കെ കുറയ്ക്കണം. അതുപോലെ തന്നെ ശനീശ്വരനെ വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുക. അല്ലെങ്കിൽ ശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് വൃദ്ധരായിട്ടുള്ളവരോ അശരണരായ ആൾക്കാർക്ക് അന്നദാനം, വസ്ത്രദാനം, നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ശനിയെ കൂടി പ്രീതിപ്പെടുത്തി പോന്നാൽ ഈ 2026 വളരെ ശ്രേഷ്ഠമാണ് കന്നിരാശിക്കാർക്ക്. അപ്പൊ ആ കന്നിരാശിയിൽ പെടുന്ന നാളുകാരായ ഉത്രമുക്കാല്, അത്തം, ചിത്രയുടെ പകുതി അവരൊക്കെ നല്ല സമയം തന്നെയാണ്. 6ലാണ് അതുപോലെ തന്നെ രാഹു നിൽക്കുന്നത്. അപ്പൊ 6ലെ രാഹു നമുക്ക് അപ്രതീക്ഷിതമായ ധനം കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ നെയിം, ഫെയിം ഒക്കെ കൊണ്ടുവന്ന് തരും. വിദേശ ബന്ധമുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഈ രാഹു വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഈ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സിനി ആക്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒക്കെ വളരെയധികം മീഡിയയുടെ, അതായത് ക്യാമറയ്ക്ക് മുന്നിലായാലും പിന്നിലായാലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഗുണങ്ങൾ കൊണ്ടുവന്ന് തരും. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരെ നോക്കാം. അപ്പൊ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്ന ഇത് നമ്മൾക്കറിയാം, അത് മിഥുനൻ രാശിയിലുള്ള
മിഥുനൻ രാശിയിലാണ് തിരുവാതിര നക്ഷത്രം വരുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്കും ആദ്യ ഭാഗങ്ങളിൽ 2026 തുടങ്ങുമ്പോൾ ജന്മവ്യാഴാണ്, അതുപോലെ കണ്ടകശനിയാണ്, 9-ൽ രാഹുവാണ്, 3-ലെ കേതു. ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം പിന്നീട് ജൂൺ മാസം ആകുമ്പോൾ വ്യാഴം 2-ലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് നല്ല ഗുണാനുഭവങ്ങൾ തരും. വ്യാഴം 2-ൽ നിൽക്കുന്നു, കർക്കടകത്തിലെ വ്യാഴം ഉച്ചസ്ഥനാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്താ പറയാ, ഒരു പരീക്ഷണഘട്ടം കടന്ന് അവര് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് തീർച്ചയായിട്ടും തിരുവാതിര നക്ഷത്രക്കാർ പ്രത്യാശയ്ക്ക് വകയുള്ള ഒരു സമയം തന്നെയാണ്. അപ്പൊ അവർക്ക് 2-ലേക്ക് വ്യാഴം വരുമ്പോൾ ഉച്ചസ്ഥനായ വ്യാഴം ഒരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കും. അപ്പൊ ശനി 10-ലുണ്ട്, കണ്ടകശനിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാഴം നല്ലവണ്ണം അവരെ സംരക്ഷിക്കും. അപ്പൊ തീർച്ചയായിട്ടും ദൈവാധീനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എത്ര ദോഷങ്ങളുണ്ടായാലും പിടിച്ചു നിൽക്കാനും ഉള്ള ഒരു കഴിവാണ് അവിടെ കിട്ടുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായാലും എന്തില്ലെങ്കിൽ എന്താ, നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ദൈവാനുഗ്രഹമുള്ള ഒരു വർഷം എന്ന് പറയാം. ഗുണാധിക്യം കൂടും, ഗുണദോഷ സമസ്തത്തിൽ ഗുണം കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അവർക്ക് പ്രത്യാശയ്ക്ക് വകയുള്ള സമയം തന്നെയാണ് തിരുവാതിരക്കാർക്ക്. പിന്നെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും, കുടുംബപരമായിട്ട് ധനനേട്ടങ്ങൾ ഉണ്ടാകാം. പിന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് വിദ്യാപുരോഗതി ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ് കാണുന്നത്. പിന്നെ ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ധനപുരോഗതി ഉണ്ടാകും. 2-ലെ വ്യാഴം അവർക്ക് ധനം നൽകും. അതുപോലെ കണ്ടകശനി അവരെ കൊണ്ട് ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ അവർക്ക് കൊടുക്കും. അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ ഒരു ധൈര്യവും കാര്യങ്ങളും ഒക്കെ വന്ന് അവർ ബിസിനസ്സൊക്കെ ചെയ്യാനും അവിടെ ദൈവാധീനം കൊണ്ട് കരകയറി പോകാനും ഒക്കെ പറ്റുന്നൊരവസ്ഥയാണ്. ഗുണാധിക്യം കൂടുന്നൊരവസ്ഥ തന്നെയാണ്, നമുക്ക് പറയാൻ പേടിക്കാൻ ഇല്ല. പിന്നെ ശത്രു എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കരുതിയിരിക്കണം. ശത്രുക്കൾ പല വിധത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ശത്രുക്കളെ കരുതിയിരിക്കണം. നമ്മുടെ എന്താ പറയാ, ആരോഗ്യം ശ്രദ്ധിക്കണം. അപ്പൊ ആരോഗ്യം എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ പോലും നമ്മൾ അതിനെ ഒന്ന് ഗൗനിക്കണം ഈ സമയത്ത്. അപ്പൊ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട ഒരു കാലം എന്ന് പറയാം. അതുപോലെ ശത്രുക്കളെ നമ്മളൊന്ന് കരുതിയിരിക്കണം. വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു മനസ്സും ധൈര്യമൊക്കെ വന്നാലും നമ്മൾ ആത്മസംയമനം പാലിക്കണം. കൂടുതൽ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് അവിടെ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് പോരാനുള്ള ദൈവാധീനം ഉള്ളത് കൊണ്ട് വലിയ ദോഷം ആ ഭാഗത്തൊന്നും പറയാനില്ല. അപ്പൊ പൊതുവെ ഗുണാനുഭവങ്ങളേറുന്ന, സാമ്പത്തികമായ പുരോഗതി നൽകുന്ന, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ, അതുപോലെ തന്നെ പ്രൊമോഷൻ ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ വരാം. ട്രാൻസ്ഫറോട് കൂടിയുള്ള പ്രൊമോഷനൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുക, അത് നല്ല കാര്യമല്ലേ, അങ്ങനെയൊക്കെ വരാം. അപ്പം പിന്നെ അതുപോലെ സേവന രംഗത്തുള്ളവർ, സാമൂഹ്യ രംഗത്തുള്ളവർക്ക്, പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുടെ കാലമാണ്. അപ്പോൾ പൊതുവെ നല്ലതെന്ന് തന്നെയാണ് തിരുവാതിരക്കാർക്ക് കുറിച്ചും പറയാനുള്ളത്. ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വലിയ കാര്യമായിട്ട് ഒന്നും പ്രസന്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ മുന്നേറ്റം ഉണ്ടാകുന്ന അവരതിന് ശ്രമിക്കുക. അപ്പോൾ അതിനകത്തൊക്കെ നെയിമും ഫെയിമും ഒക്കെ വരാനുള്ള അവസരങ്ങൾ അവരെ തേടി നിൽക്കുന്നുണ്ട്. അപ്പം ഇതാണ് കന്യരാശിയിലെ ഉത്രമുക്കാലുകാർക്ക് ഉള്ള ദിനങ്ങളെ 2026 അവർക്ക് സമ്മാനിക്കാൻ പോകുന്ന ഗുണാനുഭവങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ശ്രേഷ്ഠമായ കാലാണ്. കാരണം കർക്കടകത്തിലേക്ക് വ്യാഴം വരുന്നു, അത് 11ാം ഭാവമായിട്ടാണ്. അപ്പൊ 11ൽ നിൽക്കുന്ന വ്യാഴം തീർച്ചയായിട്ടും സർവാഭീഷ്ടം ദായകനായിട്ടാണ് നിൽക്കുന്നത്. ഗുണാനുഭവങ്ങളേറും. പിന്നെ ശനി കണ്ടകശനിയാണ്. അതുകൊണ്ട് ശനിയെ തീർച്ചയായിട്ടും ശനിക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ അസരണരായ ആൾക്കാർക്ക്, വൃദ്ധജനങ്ങൾക്ക് ഒക്കെ നമ്മൾ ഡൗൺ ടു എർത്തായിട്ട് നിൽക്കുക, അതാണ്. അല്ലാതെ അഹങ്കാരവും അഹംഭാവവും അതിനൊന്നും വലിയ സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാധീനം കൊണ്ട് തന്നെ വളരെയധികം ശ്രേഷ്ഠത കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ കന്യരാശിയിലെ അത്തം നാളുകാർക്ക്. അടുത്തത് ചിത്തിര ആണ്. അപ്പം ഉത്രമുക്കാല്, അത്തം, ചിത്തിരയുടെ പകുതി. അപ്പൊ ചിത്തിര പകുതിക്കാർക്കും എന്താ പറയാ,
കണ്ടകശനിയാണ്, 7-ലാണ്. അപ്പോൾ 7 നിൽക്കുന്ന പിന്നെ ശനിയെ നമുക്കറിയാം, 7 എന്ന് പറഞ്ഞ പാർട്ട്ണർഷിപ്പാണ്. വിവാഹം കഴിച്ചവരാണെങ്കിൽ കുടുംബ പാർട്ട്ണർ, നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ, നമ്മുടെ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. 2026 ആകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യ ഭാഗങ്ങളിൽ 10-ലൂടെയാണ് വ്യാഴം, പിന്നീട് 11-ലേക്ക് കടക്കുന്നു. സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ ഹനിച്ച് നമുക്ക് സന്തോഷവും സൗഭാഗ്യവും തരും. 6 നിൽക്കുന്ന രാഹു നമുക്ക് ഒരുപാട് ബിസിനസ്സിലൊക്കെ ആണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനം കൈ വരാനും അതുപോലെ പിതൃസ്വത്ത് കയ്യിലെത്താനും ഒക്കെയുള്ള കുറേ ആനുകൂല്യങ്ങൾ നമുക്കത് അതിൽ നിന്ന് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മാതാവിനെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഒക്കെ നമുക്ക് എന്താ പറയുക, അവരോടുള്ള നമ്മുടെ കടമകളും കടപ്പാടുകളും ഒക്കെ തീർക്കാനും അവരിൽ നിന്ന് സുഖാനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് വരും. അതുപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങൾ പങ്കെടുക്കുവാനും നമ്മളതിനകത്ത് ആകാനും ഒക്കെയുള്ള സാധ്യതകൾ ധാരാളമാണ്. ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല. ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് ക്ലേശങ്ങളെ നമുക്ക് തീർത്തും എന്താ പറയുക മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശനി കണ്ടകശനി ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു കൈപ്പേറിയ അനുഭവങ്ങളോ ഒന്നും നമുക്ക് ഈ സമയത്ത് കിട്ടില്ല. കാരണം വ്യാഴം അനുകൂലമായതുകൊണ്ട് തന്നെ വളരെ സന്തോഷപ്രദമായിട്ട് തന്നെ ഈ ദിനങ്ങൾ കടന്നു പോകും. അതാണ് കന്നി രാശിയിൽപ്പെടുന്ന 3 നക്ഷത്രക്കാരെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഉത്തരം, മുക്കാല്, ഉത്തം, ചിത്രയുടെ പകുതി. അവർക്ക് വളരെ ശ്രേഷ്ഠമായ, വളരെ ഐശ്വര്യപൂർവമായ ഒരു പുതുവർഷം തന്നെ ആയിരിക്കും. അപ്പൊ ചിത്രയുടെ പകുതി, ചോതി, വിശാഖ മുക്കാല് ഇവരുടെ പുതുവർഷ ഫലമാണ് നമ്മൾ നോക്കുന്നത്. അവർ തുലാം രാശിയായിട്ട് വരും. അപ്പൊ നമ്മൾ പറഞ്ഞു ചിത്രയുടെ പകുതി ചിത്ര കന്നിയിൽ വരും, പകുതി ചിത്ര തുലാം രാശിയിൽ വരും. അതിലെ കന്നി രാശിയേക്കാൾ കുറച്ചുകൂടി നന്മ, കുറച്ചുകൂടി ശ്രേഷ്ഠതയുള്ള ഒരു വർഷം, കുറച്ചുകൂടി ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഈ തുലാം രാശിക്കാർക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ തുലാം രാശിയുടെ 6ാമത്തെ രാശിയാണ് മീനൻ രാശി. ആ മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി തീർച്ചയായിട്ടും 6ാം ഭാവത്തിൽ 3, 6, 11 ഭാവങ്ങളിൽ ശനി നിൽക്കുമ്പോൾ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ, നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾ തരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശനി നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചിത്രക്കാർക്ക്, ഈ തുലാം രാശിയിലെ ചിത്രക്കാർക്ക് ഗുണാനുഭവം കൂടും എന്ന്, കുറച്ച് കൂടുതലായിരിക്കും എന്ന് പറയാൻ കാരണം ശനി 6-ലാണ്. മീനൻ രാശിയിലാണല്ലോ ശനി നിൽക്കുന്നത്. അപ്പം അവിടെ ശനി 6-ൽ നിൽക്കുന്നു. അതുപോലെ തുടക്കത്തിൽ തന്നെ 9-ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു സമയമെന്ന് നമുക്ക് പറയാം. അതുപോലെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, ഗുരുക്കന്മാരെ വന്ദിക്കുക, അതുപോലെ തന്നെ ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പൈസ മുടക്കുക, അങ്ങനെ ധാർമ്മികതമായ രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക. പൊതുപ്രവർത്തകരാണെങ്കിൽ അവർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനും, അതുപോലെ സേവന തൽപരരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഒരു ഒരു അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ നിൽക്കുന്ന മത്സരാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പൊതുപ്രവർത്തകർക്കും ജനസേവകർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ചിത്രയുടെ പകുതി, തുലാം രാശിയിൽ നിൽക്കുന്ന ചിത്ര പകുതിക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങൾ കൂടുതലായിരിക്കും. അവർക്ക് എന്ന് പറഞ്ഞാൽ 6-ലെ ശനി അവർക്ക് ഗുണം നൽകും, 9-ലെ വ്യാഴം തുടക്കത്തിൽ നന്നായി നൽകുന്നു, പിന്നീട് ജൂൺ ആകുമ്പോൾ 10-ലേക്ക് വരുന്നു. അപ്പോൾ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, അതും കർക്കിടകത്തിലേക്ക് വരുന്നത് കൊണ്ട് ഗുണാനുഭവങ്ങൾ തന്നെ. കർക്കിടകത്തിലെ വ്യാഴം ഉച്ചസ്ഥനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഗുണാനുഭവങ്ങൾ ഏറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ച് വാഗ്വാദങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിവാദപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. 5-ൽ നിൽക്കുന്ന, അതായത് കുംഭത്തിൽ നിൽക്കുന്ന രാഹു മാത്രമാണ് അവർക്കൊരു പ്രശ്നമായിട്ട് വരുന്നത്. മറ്റ് ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. അപ്പോൾ രാഹു അങ്ങനെയാണെങ്കിൽ പോലും വ്യാഴത്തിന്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് തന്നെ ദൈവാനുഗ്രഹപരമായിട്ടുള്ള ഒരു രീതിയിലുള്ള അനുഭവങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും 2026 അനുഭവിക്കും. അത് സന്തോഷത്തിന് നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് അടുത്തതായിട്ട് വരുന്നത്, അപ്പം ചിത്ര കഴിഞ്ഞ് ചോദിക്കാരും അതുപോലെ തന്നെയാണ്. 6-ലാണ് വ്യാഴം നിൽക്കുന്നത്, 9-ൽ ആദ്യ ഭാഗം, 10-ല് അതിനുശേഷം ജൂണിന് ശേഷം 10-ലേക്ക് വരുന്നു. 10 എന്ന് പറയുന്നതും കർക്കിടകത്തിൽ നിൽക്കുന്ന ഉച്ചസ്ഥനായ വ്യാഴം അവർക്ക് സർവാഭീഷ്ട സിദ്ധി നൽകുന്നു. അതുപോലെ തന്നെ ധനകാരകനാണ്.
ആയിട്ടുള്ള വ്യാഴമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രേയസ്സായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് തന്നെ പറയാം. ഇപ്പം നമുക്ക് പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊമോഷൻ കിട്ടും, അതിഷ്ടമുള്ള സ്ഥലത്തേക്ക് കിട്ടും. അപ്പോൾ സ്ഥാനമാറ്റം, സ്ഥാനചലനം, അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പിന്നെ കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകാതെ കുടുംബാന്തരീക്ഷത്തിലൊക്കെ നമുക്ക് ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും അനുകൂലമായ സമയം തന്നെയാണ്. വീടോ കുടുംബമൊക്കെ വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ചെയ്യാം. കുറച്ച് സ്ഥലമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുമൊക്കെ അനുകൂലമായിട്ട് വരുന്നൊരു സമയമാണ്. കയ്യിൽ പൈസ വരുന്നൊരു സമയമാണ് നമുക്ക്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അനുകൂലമായിട്ട് സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ആദ്യം തന്നെ 9ലാണ് നിൽക്കുന്നത്, പിന്നെ സർവാഭിഷ്ട സ്ഥാനമായ കർക്കിടകത്തിലേക്ക് വരുന്നു വ്യാഴം. അപ്പോഴും അനുഗ്രഹം തന്നെയാണ് വരുന്നത്. അപ്പോൾ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, ഉയർച്ച ഉണ്ടാകാം, ഒക്കെ വരാം. അതുപോലെ അപ്രതീക്ഷിതമായ ധനാഗമങ്ങൾ നമുക്ക് വരാം. അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നുള്ള സഹായഹസ്തങ്ങൾ വരുന്നതായിട്ടും അനുഭവത്തിൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും പിടിവാശിയൊക്കെ ഉപേക്ഷിച്ച് വളരെ സന്തോഷകരമായിട്ട് നമുക്ക് കിട്ടിയ അനുഭവങ്ങളെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളെ മാക്സിമം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതുവർഷം നന്നായി തന്നെ ആഘോഷിക്കാം. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് വരവേൽക്കാം. അതാണ് നമുക്ക് ചോദ്യനാളുകാരെ കുറിച്ച് പറയാനുള്ളത്. വിശാഖ മുക്കാലുകാരും അതുപോലെ തന്നെ അവരെല്ലാം തുലാം രാശിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും അനുകൂലമായ ഗുണം ഫലങ്ങൾ ഏറുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അവർക്കും ധാരാളം പണം കയ്യിൽ വരാനും, അതായത് വ്യവസായമൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ്. അവർക്ക് പൈസയൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഫ്ലോ ഒക്കെ വന്നു തുടങ്ങും. അതുപോലെ തന്നെ ദൈവാനുഗ്രഹപരമായിട്ടുള്ള പല മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ മക്കൾ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠന അവസ്ഥകൾക്കൊക്കെ വിചാരിച്ച് നമുക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. കാരണം 5ൽ രാഹു ആണല്ലോ. അപ്പോൾ അവിടെ അല്ലെങ്കിൽ മക്കളെ കുറിച്ചുള്ള ആദി അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കർക്കിടകത്തിലേക്ക് വ്യാഴം വന്നു കഴിയുമ്പോൾ സർവാഭിഷ്ട സ്ഥാനത്ത് നിന്ന് വ്യാഴം നിൽക്കുമ്പോൾ ആ രാഹുവിൻ്റെ ആ ദോഷാവശങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ടുള്ള സുഖവും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു കയറുകയും മംഗളകർമ്മങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ വന്ന് ചേരുകയും ഒക്കെ ചെയ്യുന്ന വളരെ അതുപോലെ നല്ല സുഖവും സൗഭാഗ്യവും ഒക്കെ നമ്മൾ കുറച്ച് നാളായിട്ട് കുറച്ച് അലച്ചിലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നല്ല സൗഭാഗ്യങ്ങളൊക്കെ നമ്മളെ തേടിയെത്തുന്ന ഒരു അസുലഭമായ സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. പ്രതീക്ഷയ്ക്ക് നല്ല വകയുള്ള കാലം തന്നെയാണ് ഈ തുലാം രാശിയിൽപ്പെട്ട നമ്മുടെ വിശാഖം മുക്കാലുകാർക്ക്. അടുത്ത 2026 നമുക്ക് വൃശ്ചികം രാശിക്കാർക്ക് എന്താണ് വെച്ചിരിക്കുന്നത്, എന്താണ് അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നുള്ളതാണ് അടുത്തത്. അതിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്കൊക്കെ വകയുണ്ട്. എന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് നിസ്സാരമായിട്ട് കളയാതെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ മുളയിലേ നമ്മളത് നുള്ളിക്കളയുക. അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുളയിലേ തന്നെ, അതായത് ആരംഭത്തിൽ തന്നെ നമ്മൾ നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ ശ്രമിക്കണം. അത്ര വെച്ച് ഇതാക്കരുത്. അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ അനുഭവങ്ങളൊക്കെ വന്നാലും നമ്മളത് പിടിവാശികളൊക്കെ ഒഴിവാക്കി നയപരമായിട്ട് അതിനെ നമുക്ക് ഓവർകം ചെയ്യാനും നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവും. നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവാധീനം നമുക്ക് കിട്ടും. അതാണ് ആദ്യത്തെ 3-4 മാസങ്ങൾ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. കാരണം അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോഴാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതകൾ വരുന്നത്. അതുപോലെ ചെറുതായിട്ട് അപവാദവും ഒക്കെ കേൾക്കാനുള്ളൊരു അവസരങ്ങൾ, അതുപോലെ തന്നെ ഓഫീസ് പൊളിറ്റിക്സിലൊക്കെ പെട്ടുപോകാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും രണ്ടാമത്തെ, അതായത് ജൂണിന് ശേഷമുള്ള കാലഘട്ടം വളരെ അനുകൂലമായിട്ട് വരും. അപ്പോൾ 9ലേക്ക് വ്യാഴം വരും. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഏറി വരും. സുഖവും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് കയറി വരുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ഭാഗ്യാനുഭവങ്ങൾ ഏറി വരുന്നൊരു കാലമായിട്ട് തന്നെ വരും. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാം. വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീട് അതൊക്കെ വാങ്ങാനും, അതുപോലെ തന്നെ ശത്രുക്കൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് നമ്മൾ ബുദ്ധിമുട്ടി അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദുഷ്ടാനുഭവങ്ങളും കഷ്ടാനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച് ഭാഗ്യാനുഭവങ്ങളൊക്കെ നമ്മളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും വിശാഖം, അതായത് വൃശ്ചികം രാശികളുടെ വിശാഖംകാർക്ക് വളരെ ശ്രേയസ്കരമായിട്ടുള്ള സമയങ്ങളാണ് എന്ന് പറഞ്ഞാൽ മംഗളകാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കാനുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാം.
അപ്പൊ ഗ്രഹാന്തരീക്ഷം പൊതുവെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞതായിരിക്കാം. പക്ഷെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും ജീവിതത്തിൽ, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ആദ്യ ഭാവങ്ങളിലാണ് കൂടുതൽ സ്ട്രഗിളും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആദ്യ ഭാവങ്ങളിലാണ്. കാരണം ആ സമയത്താണ് അഷ്ടമത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ജൂണിന് ശേഷം അത് 9ലേക്ക് വരുന്നുണ്ട്. അതും കർക്കിടക രാശിയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും 9 ഉച്ചസ്ഥരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഏറുന്ന ഒരു കാലം തന്നെയാണ്. വളരെയധികം സമാധാനം, ഒരുപാട് സ്ട്രഗിൾ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഭാഗ്യാനുഭവങ്ങൾ ഏറി വരുന്ന, ഗുണാനുഭവങ്ങൾ ഏറി വരുന്ന, സുഖാനുഭവങ്ങൾ ഏറി വരുന്ന ഒരു കാലമാണ്. സമാധാനത്തിനും സന്തോഷത്തിനും ഇട നൽകുന്ന ഒരു 2026 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് നമ്മൾ വിശാഖം പറഞ്ഞു, പിന്നെ അനിഴംകാരും ഇതുപോലെ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അതുപോലെ അനിഴ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ അതിനെ കാര്യമായിട്ട് ഗൗരവപൂർവ്വം അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ഓഫീസ് പൊളിറ്റിക്സുകളിലൊക്കെ ഭാഗമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേലധികാരികളിൽ നിന്ന് അപ്രീതി സമ്പാദിച്ചു വയ്ക്കാൻ ഇടവരുന്ന അവസരങ്ങൾ ഉണ്ടായാൽ നമ്മളത് വളരെ ബുദ്ധിപൂർവ്വം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ഒരു സാമർഥ്യം നമ്മൾ കാണിക്കണം. ആദ്യ ഭാഗങ്ങളിലാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. വർഷത്തിന്റെ മധ്യഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഗുണാനുഭവങ്ങൾ ഏറി വരും. അതുപോലെ തന്നെ ഐശ്വര്യപൂർവ്വ മംഗളകർമ്മങ്ങൾ വീട്ടിലുണ്ടാകാനും, എന്തെങ്കിലും പിന്നെ കേസ് വഴക്കുകളിലൊക്കെ പെട്ട് കിടക്കുന്ന അങ്ങനെയൊക്കെയുള്ള അവകാശ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു എന്താ പറയുക, സമാധാനപരമായ ഒരു തീരുമാനങ്ങളിലേക്ക് വിധിയിലേക്കൊക്കെ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് മനസ്സിന് ആശ്വാസം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഏറും. കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തർക്കങ്ങള്, പിടിവാശികള് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഗുണാനുഭവം ഏറി വരും. പിന്നെ യാത്രകൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് യാത്രകളെ കരുതിയിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധ ആവശ്യമാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. യാത്രകൾ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ വളരെ അധികം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. വളരെ ആലോചിച്ച ശേഷം മാത്രം യാത്രകളൊക്കെ ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ ദേശത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ നാട്ടിൽ വന്ന് നമുക്ക് കുടുംബാംഗങ്ങളുമായിട്ട് മംഗളകരമായിട്ട് ആസ്വദിക്കാൻ ഉള്ള ദിവസങ്ങളാണ് അതിനൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്ന അപ്പൊ ഒരു സന്തോഷമല്ലേ. അതൊക്കെ വരുന്നൊരു സമയം കൂടിയാണ് ഈ ഈ നാളുകാർക്ക്. തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഇനി 2026 എന്താണ് ഗുണാനുഭവങ്ങളാണോ, ഗുണദോഷ സമ്മിശ്രമാണോ, ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ എന്തെങ്കിലുമൊക്കെ കേസ് വഴക്കുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ചവർക്ക് അനുകൂലമായ ഒരു വിധിയൊക്കെ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വീട്, വാഹനം ഇതൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിനും അവസരങ്ങൾ വരും. വിവാഹം നടക്കാതിരിക്കുന്ന കാലഘട്ടം അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്നൊരു വിവാഹാലോചന വരാനും അത് വിവാഹ നിശ്ചയത്തിലേക്കോ ഒരുപക്ഷെ അത് വിവാഹത്തിലേക്കോ ഒക്കെ തന്നെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള മംഗളകർമ്മങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ള ഒരു വർഷമാണ്. പിന്നെ സ്ട്രഗിൾ കൂടും. നമ്മൾ ചെയ്യുന്ന ഒരുപാട് വർക്ക് ലോഡ് വന്നിട്ട് നമ്മൾ അതിലൊക്കെ ഇങ്ങനെ വിഷമിച്ച് പണിയൊക്കെ എടുത്താലും നമുക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിക്കൂടുന്നില്ല. എന്നാൽ പോലും തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങളും അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ കടന്നു വരുന്ന വളരെ സമാധാനപരമായിട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായി വരുന്ന ഒരു 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉള്ളത്. അതുകൊണ്ട് ആശയ്ക്ക് ഒരുപാട് വകയുള്ള ഒരു വർഷം എന്ന് നമുക്ക് പറയാം. അപ്പൊ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ പഠനത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു പുരോഗതി അവർക്ക് വരാനുള്ളൊരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്കും. അടുത്തത് നമ്മൾ ധനുരാശിക്കാർക്കാണ്. അപ്പൊ ധനുരാശിക്കാർക്ക് പൊതുവേ നമ്മൾ പറയും ധനുരാശിയിൽ പെടുന്നത് മൂലം, പൂരാടം, ഉത്രാടം കാലാണ്. അപ്പോൾ അതിൽ മൂലം നാളുകാരെ നമ്മൾ ആദ്യം നോക്കാം. അപ്പൊ മൂലം നാളുകാർക്ക് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞിരുന്നു കണ്ടകശനിയാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ആദ്യം 2026 കണ്ടകശനി തുടരുന്നുണ്ട്. അതിന് പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ, ഈ കണ്ടകശനി നമുക്ക് പ്രശ്നമാവോ എന്നൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും വ്യാഴാനുഗ്രഹം ഉള്ളപ്പോൾ, അപ്പൊ വ്യാഴം പ്രസാദിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എത്ര ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വ്യാഴം പ്രസാദിച്ച് 7 അതായത് കേന്ദ്രഭാവങ്ങളിൽ 7 നിൽക്കുമ്പോൾ നമുക്ക് സഹായഹസ്തം എവിടെ നിന്നെങ്കിലുമൊക്കെ വന്ന് നമ്മളെ രക്ഷപ്പെടുന്ന അതായത് കൂട്ടുകച്ചവടത്തിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അനുകൂലമായ അവസ്ഥകൾ വരും.
അപ്പൊ നമുക്ക് കച്ചവടങ്ങളായാലും പുതിയ നൂതന സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വരും. അതുപോലെ മംഗളകർമ്മങ്ങൾ നടത്തി അതിന്റെ നേതൃത്വ നിരയിലേക്ക് അതിന് നേതൃത്വം കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സൗഭാഗ്യവും സന്തോഷവും ധനവും എല്ലാം വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ധനുരാശിയിലെ മൂലംകാർക്ക് 2026 നീട്ടുന്നത്. അപ്പോൾ അവർക്ക് ആശ്വാസത്തിന് വകയുണ്ട്. തീർച്ചയായിട്ടും 3-ൽ നിൽക്കുന്ന രാഹുവും അവർക്ക് അനുകൂലമായിട്ട് ധനവും അപ്രതീക്ഷിത ധനം, നെയിം, ഫെയിം, പവറൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയം തന്നെയാണ്. 9-ൽ കേതു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ അതായത് നമ്മുടെ മുതിർന്ന ആളുകളുടെയൊക്കെ അനുഗ്രഹാശസ്സുകളോടെ അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുണാനുഭവങ്ങൾ ഏറി തന്നെ വരും, ഭാഗ്യാനുഭവങ്ങൾ ഏറി വരും. തീർച്ചയായിട്ടും 2026 പ്രതീക്ഷയ്ക്ക് വേഗം നൽകുന്നതാണ്. ജൂണിന് ശേഷം അഷ്ടമത്തിലേക്കാണ് വരുന്നതെങ്കിലും തീർച്ചയായിട്ടും അത് കർക്കടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതുതായിട്ട് അതായത് നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുവാനും അത് റിസർച്ചൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനും അതിനനുകൂലമായ റിസൾട്ട് ഉണ്ടാകാനും ഒക്കെ സാധിക്കും. അതുപോലെ ഈ അസ്ട്രോളജി അതുപോലെ ഹീലിംഗ് അങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ലതാണ്. രാഹുവിലെ 3-ൽ നിൽക്കുന്ന രാഹു അവർക്ക് അനുകൂലമായ പല സംഗതികളും കൊണ്ടുവന്ന് തരുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പൊ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കേസ് വഴക്കുകളിലൊക്കെ പെട്ടുകിടക്കുന്ന പിന്നെ സ്ഥലങ്ങള് അങ്ങനെയൊക്കെയുള്ള ആൻസിസ്റ്റർ പ്രോപ്പർട്ടീസിലൊക്കെ ഉണ്ടാകുന്ന അപ്പൊ അത് പൂർവികമായിട്ടുള്ള സ്വത്തുകളൊക്കെ നമുക്ക് ഭാഗം വയ്ക്കുന്നതിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തീർത്ത് അതിൽ നിന്നൊക്കെ ഒരു ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് തന്നെ മൂലനക്ഷത്രക്കാർക്ക് കണക്കാക്കാം. ഭാഗ്യാനുഭവങ്ങൾ ഏറുന്ന നല്ലൊരു വർഷമായിട്ട് തന്നെ പറയാം. അടുത്തത് നമ്മൾ പറയുന്നത് പൂരാട നക്ഷത്രക്കാരാണ്. പൂരാട നക്ഷത്രക്കാരും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഏറി വരുന്നൊരു സമയം തന്നെയാണ്. അവർക്ക് 3-ൽ നിൽക്കുന്ന രാഹു അപ്രതീക്ഷിതമായ ധനവും ഫെയിമും നെയിമും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നന്നായിട്ട് പഠിച്ചുയരാനുള്ള പുതിയ അവസരങ്ങൾ വരും. അതുപോലെ നൂതന സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന വ്യവസായ സംരംഭങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. ലോണൊക്കെ അനുവദിച്ച് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇറങ്ങാൻ താമസിക്കരുത്. അതൊക്കെ ചെയ്തു വെക്കുക. കാരണം നമുക്ക് അനുഭവങ്ങൾ തരാൻ, ഗുണാനുഭവങ്ങൾ തരാൻ, ഐശ്വര്യപൂർവ്വമാക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹാശസ്സുകളോടെ നിൽക്കുന്ന ഭാവമാണ്. അവിടെയാണ് 7-ൽ നിൽക്കുകയാണ്. പിന്നീട് അത് 8-ലേക്ക് വരുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കാരണം കർക്കിടകത്തിലെ വ്യാഴം നമുക്ക് ഗുണപ്രധാനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ മൂലനാളുകാർ കഴിഞ്ഞു. അതുപോലെ തന്നെ പൂരാട നാളുകാർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. പിന്നെ തർക്കങ്ങൾ, പിടിവാശികൾ അതൊക്കെ ഒഴിവാക്കി സൗമ്യമായ രീതിയിലേക്ക് പോവുക. വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിൽ വരാനും ബന്ധുജനങ്ങളെ കാണാനും അവരുടെ അനുഗ്രഹാശസ്സുകൾ നേടാനും പല മംഗളകർമ്മങ്ങൾ നേതൃത്വം കൊടുക്കുവാനും നമ്മുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും അതിനെ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കാനും ഒക്കെ പറ്റുന്നൊരു അന്തരീക്ഷം വരും. തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഏറുന്ന കാലമാണ് പൂരാടംകാർക്കും ഉള്ളത്. അപ്പം മൂലം പൂരാടം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് മൂലം പൂരാടം ഉത്രാടംകാലുകാർക്കും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പുരോഗതി ഉണ്ടാകും. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് കൈവിട്ടു പോവുകയാണോ, ചെയ്യുന്നതൊക്കെ ഒരു മടിയിൽ, അതായത് നമ്മളിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു മടിയും അലസതയും അതുപോലെ തന്നെ പരീക്ഷയൊക്കെ ഭയങ്കര ഭയപ്പാടോടുകൂടെ കണ്ടിരിക്കുന്ന ഒരു അകാരണമായ ഭയമൊക്കെ വന്നിട്ടുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് അതൊക്കെ മാറി ഒരു വെളിച്ചം കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ്. ഇപ്പൊ കൂട്ടുകാരാണെങ്കിൽ സഹായിക്കും. ഇപ്പം നമ്മൾക്ക് ഈ അറിവുകൾ പകർന്നു തരാനായിട്ടും അതുപോലെ സഹായങ്ങൾ തരാനും ഒക്കെ അവർ മുന്നോട്ട് വരികയൊക്കെ ചെയ്യും. കാരണം സഹായസ്ഥാനത്താണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ കണ്ടകശനി അവിടെ ഉണ്ട് എന്നാൽ പോലും അതുകൊണ്ട് നമ്മൾ കണ്ടകശനിയെ നമ്മൾ തീർത്തും മറന്നു പോകാൻ പാടില്ല. കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ മുതിർന്നവരെയും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അശരണരായിട്ടുള്ളവരെയും വൃദ്ധന്മാരെയും ഒക്കെ നമ്മൾ സഹായിക്കുകയും അന്നദാനം അതുപോലെ തന്നെ രോഗികളാണെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ശനിയെ നമ്മൾ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം ഉത്രാടംകാലുകാർക്കും വളരെ ശ്രേഷ്ഠമായതാണെന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. മകരം രാശിക്കാരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഉത്രാടം 4 വരെ നമ്മൾ പറഞ്ഞു ധനുരാശിയില്. അടുത്തത് ഉത്രാടം 3/4, തിരുവോണം, ഔട്ടത്തര, അതാണ് മകരം രാശി. അപ്പൊ മകരം രാശിക്കാർക്ക് 6-ലാണ് വ്യാഴം നിൽക്കുന്നത് ആദ്യ ഭാഗം. അതുപോലെ തന്നെ ശനി 3-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനി 3-ല്, 2-ല് രാഹു, ഇങ്ങനെയാണ് അവസ്ഥ വന്നിരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ 3-ലെ ശനി വളരെ അനുകൂലമായിട്ടാണ് അവർക്ക്. 3-ലെ ശനി, 3-ൽ നിൽക്കുന്ന ശനി മുടിവെച്ച് വാഴും എന്നാണ്. അപ്പൊ രാജ്യാധികാരം, കിരീടം, ചെങ്കോലൊക്കെ വരുന്ന അതേപോലത്തെ ഒരു അനുഭവം കൊണ്ടുവന്ന് ശനി തരുന്നതാണ്. അപ്പൊ സന്തോഷത്തിന് വകയാണ് അവിടെ ശനി
തരുന്നത്. ശനി ഇത്രയും കാലം അവർക്ക് 7.5 ശനിയൊക്കെ കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ ആശയ്ക്ക് വളരെ സന്തോഷവും വളരെ സമാധാനവും തരുന്ന ഒരു ഭാവത്തിലേക്ക് ശനി മാറിയത് വളരെ നല്ല കാര്യമല്ലേ. അതിനുശേഷം പിന്നീട് നമ്മൾ പറയുമ്പോൾ പിന്നെ അവിടെ ഒന്ന് സൂക്ഷിക്കേണ്ടത് ആദ്യ ഭാഗങ്ങളിൽ 2026 6ലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പൊ വ്യാഴം 6ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത്രയും സുഖകരമായ ഒരു സംഗതിയല്ല. അത് ജൂൺ 2 7ലേക്ക് വരും. അപ്പൊ 6ൽ നിൽക്കുമ്പോൾ നമുക്ക് പറയുന്ന വിദേശയാത്ര, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിദേശയാത്രകളൊക്കെ തരപ്പെടും. വിസ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വരും. വിദേശയാത്ര ചെയ്യാനും വിദേശത്ത് പഠനത്തിന് പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്നതാണ്. അപ്പൊ ആദ്യം ഉള്ള ഒരു ജൂൺ വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ച് മനപ്രയാസങ്ങളും കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നാലും പിന്നീട് ജൂണിന് ശേഷം വരുന്നത് സർവാഭീഷ്ട സിദ്ധി ലഭിക്കുന്ന സർവ്വ കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ സുഖവും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കടന്നു വരുന്നൊരു സുന്ദരമായ കാലഘട്ടമാണ് ഈ ഉത്രാട മുക്കാലി. അതായത് മകരം രാശിയിലെ ഉത്രാട മുക്കാലുകാർക്ക് വെയിറ്റ് ചെയ്യുന്നത്. സന്തോഷം, വളരെയധികം സന്തോഷമാണ് അവർക്ക് വരുന്നത്. ആദ്യത്തെ സ്ട്രഗിള് നമ്മൾ ഒന്ന് കണക്കാക്കണം. കാരണം അവിടെ 6ലെ വ്യാഴം എന്ന് പറയുമ്പോൾ ശത്രു കടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ലോണൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോൺ കിട്ടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അത് പോസിറ്റീവായിട്ട് എടുക്കണം. അല്ലെങ്കിൽ കടം കൂടുക എന്ന് പറയുമ്പോൾ കടമാണല്ലോ ലോണ്, അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ ശത്രുത, നമുക്ക് ഇപ്പൊ 3ൽ ശനിയൊക്കെ വരുമ്പോൾ നന്നായിട്ട് പൈസയൊക്കെ കയറി വരിക, നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഇത്രയും നാളും ആ പരിങ്ങലിന്റെ അവസ്ഥയൊക്കെ മാറുമ്പോൾ തീർച്ചയായിട്ടും അസൂയാലുക്കളും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അത് ശത്രുതയെ കൂടാനുള്ള സമയമാണ്. പക്ഷേ പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ശത്രുവിനെയൊക്കെ നമുക്ക് ടെപ്പെന്ന് പൊട്ടിച്ച് മുന്നോട്ട് പോകാനും സുഖവും സൗഭാഗ്യം ഏറി വരിക നല്ല കാലമാണെന്ന് തന്നെ പറയാം. അപ്പൊ അത് തന്നെയാണ് ഉത്രാടം മുക്കാല് കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നാളുകാർക്കും ഇത് തന്നെയാണ് പറയുന്നത്. വിദേശ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഇപ്പൊ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അനുകൂലമായ അവസ്ഥ അവർക്ക് വന്നു ചേരും. ലാഭങ്ങൾ ധാരാളമായിട്ട് വരും. അപ്പൊ വിദേശത്തേക്ക് പോകാനുള്ള അതിനുള്ള അനുവാദം കാത്തു നിൽക്കുന്നവർക്ക് അത് നടക്കും. വിദേശത്ത് നിന്ന് മക്കൾ ഇങ്ങോട്ട് വന്ന് കാണാനുള്ളവർ, അങ്ങോട്ട് പോയി മക്കളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് നടക്കും. അതുപോലെ അങ്ങനെയുള്ള ഗുണാനുഭവങ്ങളൊക്കെ വരുന്നു. പിന്നെ 3ലെ ഇവർക്ക് 3ലാണല്ലോ. അപ്പൊ 3ലെ ശനി നന്നായിട്ട് അവർക്ക് ധനവും ധാന്യവും സമൃദ്ധിയും ഒക്കെ കൊടുക്കും. 6ൽ നിൽക്കുന്ന വ്യാഴം കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. അതിനുശേഷം അത് 7ലേക്ക് വരും. അപ്പൊ 7ൽ വരുമ്പോൾ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ. അപ്പൊ നമ്മൾ അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും, അപ്രതീക്ഷിതമായ സഹായഹസ്തങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നമ്മൾ എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകാനായിട്ട്, അത് മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകാനും, അപ്പൊ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എന്താ പറയാ, അയ്യോ ഇത്രയും മാർക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്ന ഒരു അനുഭവം, അതൊക്കെ വന്നേരം തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. ഗുണാനുഭവങ്ങൾ ഏറുന്ന ഒരു വർഷം തന്നെയാണ്. സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. അവിട്ടത്തരയ്ക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് 2026 എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അവിട്ടത്തര എന്ന് പറയുമ്പോഴും അത് മകരം രാശിക്കാരാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആദ്യഘട്ടം, അതായത് ഈ ന്യൂ ഇയർ തുടങ്ങുന്ന ജൂൺ വരെയുള്ള സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് സ്ട്രഗിളൊക്കെ വരും. 6ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ പക്ഷെ അവിടെ ഗുണാനുഭവം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഇതുപോലെ തന്നെ കടങ്ങളൊക്കെ കൂടാനും ശത്രുതകളൊക്കെ കൂടാനും ഒക്കെയുള്ള സാധ്യത. വ്യാഴം ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയിലെ ആ വേഴം തരുന്ന ആ ഭാവം കുറച്ച് വികസിക്കും എന്നാണ്. അപ്പൊ അവിടെ 6 എന്ന് പറയുമ്പോൾ ശത്രു കടം ദാരിദ്ര്യം അങ്ങനെയുള്ള സംഗതികളാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു ലോൺ എടുത്താൽ ലോണ് സാങ്ഷൻ ആയാലും മതിയല്ലോ. അപ്പൊ നമ്മളൊരു കടക്കാരനായല്ലോ. പക്ഷെ ലോൺ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ അത് ജൂൺ 2ന് ശേഷമായിട്ട് 6ന്ന് 7ലേക്ക് വ്യാഴം വരുന്നു, സർവാഭിഷ്ട സ്ഥാനത്ത് തന്നെ വരുന്നു. അപ്പൊ ആ ലോണ് വെച്ച് നമുക്ക് പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും അതുവഴി വലിയൊരു വ്യവസായ സംരംഭത്തിന്റെ ഉടമയായി തീരാനും അതിൽ സക്സസ് ഉണ്ടാകാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങളാണ് അവർക്കുള്ളത്. അതുപോലെ 3ൽ നിൽക്കുന്ന ശനി നല്ല ഭാവത്തിലല്ലേ നിൽക്കുന്നത്. ശനി 3ൽ നിന്നാൽ ഐശ്വര്യം തരുന്നതാണ്. നമുക്ക് ഭൗതികമായ കുറേ സൗഭാഗ്യങ്ങൾ കയറി വരുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഏറുന്ന സമയമാണ്. ആദ്യ കാലഘട്ടത്തിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഒരു 2-3 മാസം കുറച്ച് സ്ട്രഗിൾ വരും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം. അതുപോലെ തന്നെ സഹായഹസ്തങ്ങൾ, അതായത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ പിണക്കങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം. അപവാദങ്ങളോ അതുപോലെ ഗോസിപ്പുകളോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ വലിയ മൈൻഡ് ആക്കണ്ട. അതൊക്കെ താൽക്കാലികമാണെന്ന് കണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും 7ലെ വ്യാഴം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന സന്തോഷപൂർവമായ ദിനങ്ങളാണ് 2026 നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ 2026 കുംഭൻ രാശിക്കാർക്ക് എന്താണ് എന്ന് നോക്കാം. അപ്പൊ കുംഭൻ രാശിക്കാർക്ക് കുറെ കാലമായിട്ട് 7ര ശനിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇനി എന്തെങ്കിലും 2026 മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.
അപ്പൊ തീർച്ചയായിട്ടും 2026 ആകുമ്പോഴത്തേക്ക് കുംഭൻ രാശിക്കാർക്ക് 7ര ശനിയുടെ എന്താ പറയാ ലാസ്റ്റ് ഫേസ് ആണ്. ഇനി കുറച്ച് നാളും കൂടിയേ ഉള്ളൂ. തീർച്ചയായിട്ടും പിന്നെ ഒരു 1.5 വർഷം കൂടി കഴിഞ്ഞാല് തീർച്ചയായിട്ടും 7ര ശനിയൊക്കെ കഴിയും. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഫേസ് ആണ്. 2ലേക്കാണ് ശനി നിൽക്കുന്നത്. അപ്പൊ ധനവ്യയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അമിത ചെലവുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ധനം കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അതേപോലെ വാക്കുകൾ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വാക്കുകളൊക്കെ പറയുമ്പോൾ അധികം നമ്മൾ കലഹങ്ങളിലേക്കൊന്നും പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരണം. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങളൊക്കെ ചെയ്താലും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. എന്നാലും ആദ്യം 5ൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് എല്ലാ ഗുണങ്ങളും, 5ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൽ നിന്ന് അനുകൂലമായ പല അനുഭവങ്ങൾ നമുക്ക് വരും. അതായത് ധനനേട്ടം ഉണ്ടാകാം. അതുപോലെ പുതിയ ജോലിയിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാവിജയം ഉണ്ടാകാനും ഒക്കെയുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. പൊതുവേ ഈശ്വരാധീനം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും വിജയത്തിലെത്തിക്കാനും സാധിക്കും. സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഈശ്വരാധീനം ഉള്ള ഒരു സമയം തന്നെയെന്ന് പറയാം. എന്നാൽ വർഷത്തിന്റെ ജൂണിന് ശേഷം 6ലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പൊ വിദേശത്ത് പോകാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വിദേശത്ത് പോകാനും വിദേശ പഠനത്തിന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അപ്പൊ വീട് വിട്ടു പോവുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എത്ര വന്നാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് വിസ കിട്ടുക, വിദേശത്ത് പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭാഗ്യാനുഭവങ്ങളാണെന്ന് വിചാരിക്കുമെങ്കിലും കറക്റ്റായിട്ട് അത് നോക്കിയാലൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളെയൊക്കെ വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും അതൊരു എന്താ പറയാ ഒരു വിടവാങ്ങലാണ്. അപ്പൊ ആ ഒരു നെഗറ്റീവ് ഉണ്ടാവുമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് നേട്ടങ്ങളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണല്ലോ വിദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ. നമുക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ അതിനൊരു വേറൊരു വശം കൂടി ഉണ്ട്. കാരണം അത് നമുക്ക് 7ര ശനിയുടെ കാലം ആണ്. 6ൽ വ്യാഴം നിൽക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകാനും അവിടെ നിന്ന് പണം ഉണ്ടാക്കാനും. പക്ഷെ അപ്പൊ വിദേശത്ത് പുതിയൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രഗിളും അവിടെ. അടുത്തതായി നമ്മള് കുംഭൻ രാശിയിലെ ചതയൻ നക്ഷത്രക്കാർക്ക് എന്താണ് അനുഭവം എന്ന് പറയാം. ചതയൻ നക്ഷത്രക്കാര് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് കുറെ കാലങ്ങളായിട്ട് 7ര ശനിയുടെ പിടിയിലാണ്. അത് തീർന്നിട്ടില്ല. എങ്കിൽ പോലും വ്യാഴം കുറച്ചൊക്കെ അവരെ ഇതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ആണെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യവും സന്തോഷവും സൗഭാഗ്യവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7ര ശനിയുടെ പിടിയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും പോയിട്ടില്ല എങ്കിലും പല കാര്യങ്ങൾക്കും വിജയം നേടാനും, അതായത് നമ്മളെ ഇത്രയും നാളും കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ഗോസിപ്പ് പറയുകയും പിന്നെ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറിയ ആളുകളിൽ നിന്നും മെല്ലെ 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 നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു പതുക്കെ റിക്കവറായി അവരിൽ നിന്നൊക്കെ കുറച്ച് അനുകൂലമായ ഭാവങ്ങളൊക്കെ വന്ന് നമ്മളെ അവർ മെല്ലെ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അനുഗ്രഹിച്ചില്ലെങ്കിൽ പോട്ടെ, അവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ ആ ശത്രുതാ മനോഭാവം മാറുന്ന ഒരു സമയമായിട്ട് കാണാം. അപ്പൊ സ്ട്രഗിൾ കുറച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നടക്കും. അതുപോലെ വീട് പണി, അങ്ങനെ ഈ 7ര ശനി കാലത്തൊക്കെയാണല്ലോ മിക്കവാറും വീട് പണിയൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ദുരിതത്തിലാവുകയാണല്ലോ. ഒരു വീട് പണിത് നമ്മൾ ആദ്യം വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, പിന്നീട് പണിത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബഡ്ജറ്റൊക്കെ മാറും. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. വീട് പണിയുന്നവർക്ക് അറിയാലോ, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിൽ അതിനെയൊക്കെ ഒരു കരക്കടുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വിദ്യാർത്ഥികളാണെങ്കിലും പരീക്ഷകളിലൊക്കെ പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ നീറ്റൊക്കെ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുന്നവർക്കറിയാം, റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഒരു പേടിയൊക്കെ വരും. അപ്പൊ ആ പേടിയൊക്കെ മാറിയിട്ട് നമുക്ക് പരീക്ഷയെ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പിന്നെ പോകാൻ സാധിക്കും. അത് വിജയത്തിലെത്താനും സാധിക്കും. അപ്പൊ സ്ട്രഗിൾ ഉണ്ട്, എന്നാൽ പോലും നമുക്ക് അതിനെയൊക്കെ ശത്രുക്കളെ നേരിടാനും അവരുടെ ശത്രുതാ മനോഭാവത്തിനെ നമ്മൾക്ക് കാര്യമായിട്ട് അവർ അത് ഏൽക്കാതെ മുന്നോട്ട് പോകാനും, അതുപോലെ പരീക്ഷയും ഒരിതാണല്ലോ, ശത്രുതയാണല്ലോ നമുക്ക് പരീക്ഷയെ ശത്രുവായിട്ടാണല്ലോ വിദ്യാർത്ഥികൾ കാണുന്നത്. അപ്പൊ ആ ശത്രുവിനെയും വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിനുള്ള മനോധൈര്യവും അതിനുള്ള അർപ്പണബോധത്തോടെ പെരുമാറിയാൽ തീർച്ചയായിട്ടും അവർക്ക് വിജയം ഉണ്ടാകും. അപ്പൊ ചതയൻ നക്ഷത്രക്കാർക്കും ആശ്വാസത്തിനും അതുപോലെ തന്നെ അംഗീകാരങ്ങളും അഭിപ്രായങ്ങള് വ്യത്യാസമായിട്ട് നിന്ന ആൾക്കാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ പതുക്കെ അലിഞ്ഞില്ലാതെയായി തീരാൻ പറ്റിയ ഒരു സാഹചര്യവും ചിലപ്പോൾ ഉണ്ടാകണം. അതാണ് പ്രത്യാശയോടെ നീങ്ങാം. പൂരിട്ടാതി മുക്കാല്, കുംഭൻ രാശിയിലുള്ള പൂരിട്ടാതി മുക്കാല്. അപ്പൊ പൂരിട്ടാതി കാല് എന്ന് പറയുന്നത് മീനൻ രാശിയിലാണ്. മുക്കാല് 2 ഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്. അല്ലെ നമ്മളിവിടെ സംസാരിക്കുന്നത് മുക്കാല്, അതായത് പൂരിട്ടാതി മുക്കാല്, ഇത് കുംഭൻ രാശിയിലുള്ളതാണ്. അവർക്ക് എങ്ങനെയാണ്? അപ്പൊ 7ര ശനിയാണ്, നമ്മളത് നമുക്ക് അറിയാം കുംഭൻ രാശിക്കാർക്ക് 7ര ശനിയാണ്.
അപ്പൊ തീർച്ചയായിട്ടും ഏഴര ശനിയുടെ ഒരു സ്ട്രഗിൾ അവർ അനുഭവിക്കും. എന്നാൽ പോലും ഈ പുതുവർഷ സമയത്ത് അവർക്ക് മത്സരാർത്ഥികളാണെങ്കിൽ മത്സരത്തിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ദൂരസ്ഥലത്തേക്കുള്ള മാറ്റങ്ങളോ അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത്തിരി സ്ട്രഗിൾ ഉണ്ടായാലും അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് സ്ഥാനമാനങ്ങൾ വരാനും അംഗീകാരങ്ങൾ വരാനും ഒക്കെയുള്ള അവസരങ്ങളും കൂടി കരുതി വയ്ക്കുന്നുണ്ട് ഈ കാലം. അപ്പൊ കുറച്ച് സ്ട്രഗിൾ ഏഴര ശനിയാണ്. നമ്മൾ അതുകൊണ്ട് വാക്കുതർക്കങ്ങളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധനം കൈവൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും അത് കെയർ ചെയ്ത് സേവിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ നമ്മൾ മനഃപൂർവ്വം അതിന് ശ്രദ്ധ വയ്ക്കണം. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കൂടുതൽ വരുന്നത് ഏഴര ശനി എത്ര കാലം ഉണ്ടാകുമെന്നോ അത്രയും കാലം നമുക്ക് അസ്വസ്ഥതയും സ്ട്രഗിളും ഒക്കെ തരുമെങ്കിലും പൊതുവേ നമുക്ക് അവരെ ഒരു എന്താ പറയാ കുറച്ചൊരാശ്വാസം, കുറച്ച് ധനാഗമമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ഈ കാലം നമുക്ക് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതൊക്കെ സേവ് ചെയ്ത് വെക്കാനും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകാതെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടിയൊക്കെ നമുക്ക് വരുന്ന ഓരോ വെല്ലുവിളികളെയും നമ്മൾക്ക് അത് എൻ്റെ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം അവർക്ക് മുന്നിലുണ്ട്. അപ്പം പേടിക്കാനും ആശങ്കയ്ക്കും വകയൊന്നുമില്ല. ഗുണാനുഭവങ്ങളും തരുന്ന ഒരു വർഷം തന്നെയാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് മീനൻ രാശിയിലേക്കാണ്. അപ്പൊ മീനൻ രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീനൻ രാശിക്കാർക്കും ഏഴര ശനിയാണ്. അപ്പോൾ മീനൻ രാശിക്കാർക്ക് ഏഴര ശനി തുടങ്ങി എന്ന് നമുക്ക് പറയാം. മീനൻ രാശിയിലൂടെ അപ്പൊ ഏഴര ശനിയാണ് മീനൻ രാശിക്കാർക്ക്. ജന്മശനി എന്ന് പറയും. അതായത് മീനത്തിൽ കൂടെയാണ് ഇപ്പൊ ശനി സഞ്ചരിക്കുന്നത്. അപ്പൊ മീനൻ രാശിക്കാർക്ക് അത് ജന്മശനിയാണ്. അപ്പോൾ ആ ജന്മശനി എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രഗിളൊക്കെ കൂടുതൽ തരുന്ന ഒരു സമയമാണ്. കുറച്ച് അതായത് നമുക്കിപ്പോൾ ഉദ്യോഗത്തിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പല ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്കത് ഒരു ജോലിയുടെ ഒരു കോളിംഗ് ലെറ്ററോ അല്ലെങ്കിൽ ഓഫർ ലെറ്ററോ ഒക്കെ ഒന്നും വരാതെ നമ്മൾ വിഷമിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നീട് അത് കയ്യിൽ വരും. അപ്പൊ അതാ ഒരു സ്ട്രഗിൾ ഉണ്ട് അവിടെ. ഒരു ബ്ലോക്കിംഗ്, അതായത് ബ്ലോക്കായി പോകുന്ന പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്നും മുന്നോട്ട് പ്രോഗ്രസ് ഇല്ല എന്ന് തോന്നുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടാകാമെങ്കിലും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നമ്മൾ കുറെ കാലമായി നമ്മൾ പ്രതീക്ഷിക്കൊന്നും വക നൽകാതെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പതുക്കെ എന്താ പറയാ ഈ പുകമറ പതുക്കെ അകന്നകന്ന് വെളിച്ചം കണ്ടു തുടങ്ങുന്ന ഒരു കാലം. പക്ഷെ സ്ട്രഗിൾ ഉണ്ടോ? തീർച്ചയായിട്ടും സ്ട്രഗിൾ ഉണ്ടാവും. എന്നാലും ദൈവാധീനം 4-ൽ നിൽക്കുന്ന വ്യാഴം പിന്നീട് 5-ലേക്ക് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും പ്രാർത്ഥനകളും അതുപോലെ ദേവാലയ ദർശനങ്ങളും ഒക്കെ നടത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് പുതിയ അവസരങ്ങൾ വരാനും അവിടെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. നമുക്ക് ഏത് മേഖലകളിലാണെങ്കിലും പെട്ടെന്ന് ഒരു ജോലിയിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ സ്റ്റേബിൾ ആകാനുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആ ഒരു സ്ട്രഗിളൊക്കെ അനുഭവിക്കാൻ നമ്മൾ അന്നേരം ഫെഡപ്പാവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അനുകൂലമായിട്ട് കാലം പിന്നീട് നമുക്ക് പലതും കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സമാധാനത്തോടെ ഇരിക്കുക. മത്സര പരീക്ഷകളിലൊക്കെ വളരെ ഫിയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പേടിക്കണ്ട, ദൈവാധീനം നിങ്ങളെ തുണയ്ക്കും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇല്ല, കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ ദൈവാധീനം കൊണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. നമ്മൾ അതിനുള്ള വഴികൾ തേടുക. സ്പിരിച്വാലിറ്റി, അതേപോലെ സ്പിരിച്വൽ ജപവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ഈശ്വരപ്രീതികരമായിട്ടുള്ള സേവനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനിപ്രീതി കൂടി വരുത്തുക. അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് നീരാഞ്ജനം കത്തിക്കുക, അയ്യപ്പന് എള്ള് പായസം നേരുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ശനിയാഴ്ച വ്രതം എടുക്കുക. അപ്പൊ ശനിക്ക് ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ശനി പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിങ് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മളൊരു നല്ല നിലയിലേക്ക് എത്തും. അപ്പൊ ഈശ്വരാധീനം കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ജൂൺ 2 കഴിയുമ്പോഴത്തേക്ക് വ്യാഴം അനുകൂലമായിട്ടുള്ള 5-ലേക്ക് വരികയാണ്. അത് സർവാഭിഷ്ട സിദ്ധി സ്ഥാനമാണ്. കർക്കടകം ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രഗിളൊക്കെ ചെയ്ത്, അതായത് ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ജോലി ആകുമോ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വളരെ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ആശ്വാസത്തിന് വകയാണ്. അവർക്ക് അതിനുള്ള എന്താ പറയാ ജയിച്ചു എന്ന് കേൾക്കാനുള്ള ഒരവസരം വരും. അല്ലെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എത്താനുള്ള ഇത്രയും ഒരു ആശ്വാസം, ഒരു സന്തോഷം, നമ്മളൊരു ഗുണാനുഭവം കിട്ടുമ്പോൾ ഒരു തൃപ്തി, അതൊക്കെ കാര്യം വരും. അപ്പൊ ഇതൊന്നും ഈസി അല്ല, കുറച്ച് ടെസ്റ്റിംഗ് പീരീഡ് ആണ്. അത് നമ്മൾ സൂക്ഷിക്കണം. ശനിയെ പ്രീതിപ്പെടുത്താൻ നോക്കണം. തീർച്ചയായിട്ടും ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ ശനീശ്വരൻ നന്നായി പ്രാർത്ഥിക്കുക, ശനി ശാന്തി പൂജകളൊക്കെ നടത്തുക. അങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മളെ 12 രാശികളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ
അപ്പം അവർക്ക് അനുഭവം വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾക്ക് ചില ഭാഗങ്ങളിൽ നോക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് പലർക്കും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന അവസരങ്ങളാണ് ഉള്ളത്. എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് 2026 വരവേൽക്കാം. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ ഈ പ്രവചനം. അതായത് നമ്മൾ ഈ പറയുന്ന രീതികൾ, അതായത് ചാരവശാലാണ് പറയുന്നത്, ഗ്രഹസ്ഥിതി നമ്മൾ നോക്കിയിട്ടില്ല. ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് ദശാകാലങ്ങളൊക്കെ ഉണ്ടാകും. അതും കൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചാരവശാലുള്ള ഫലങ്ങളാണ്. അതായത് ശനിയെ നോക്കി, വ്യാഴത്തെ നോക്കി, അങ്ങനെയുള്ള മെയിൻ ഗ്രഹങ്ങളെയൊക്കെ നോക്കിയിട്ട് ഉള്ള അവരുടെ ചലനങ്ങൾ അനുസരിച്ച് പറയുന്ന ഒരു പ്രവചനമാണ്. അപ്പൊ ഇത് 100% കറക്റ്റായി വരില്ല, എന്നാൽ പോലും നമുക്ക് പറയാം. അതും നമ്മൾ തീർത്തും ഒരു ആക്യുറേറ്റ് എന്ന് പറയാം, 100% ആക്യുറേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ നമ്മൾ അവരുടെ ഗ്രഹനില എടുക്കണം. അതോടൊപ്പം ചാരവശാലുള്ള ഫലങ്ങൾ നോക്കി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ഇതിൽ വലിയൊരു മാറ്റം നമുക്ക് തരാൻ സാധിക്കും ഈ ചാരഫലത്തിനും. അങ്ങനെ തന്നെയാണ് അനുഭവവും. നന്ദി, നമസ്കാരം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അടുത്ത ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.